I'm Aisha Abdul Rahman from 10A of Irshad English School. Today, I would like to welcome you all to the auspicious day of National Science Day of 2021. Honorable Chief Guest Gafur Sir, respected management, principal, vice principal, teachers, and all my dear friends. We are lucky to have a great and eminent personality, Mr. Gafur Sir. As the world celebrates the first man mission to the moon, KDM Abdul Gafur, who is a school teacher, is over the moon. He is fondly called NASA Gafur for his 2-decade-long research activities in the field, and he has received research reports from the NASA. His query about the details of a digital audio analysis report of the celebrated dictum, "One small step for a man, one giant leap for the mankind," pronounced by Neil Armstrong while landing on the moon, has been answered by the scientists at the Media Resource Center of NASA. So, I would like to welcome warmly our Honorable Chief Guest, Mr. Gafur Sir, to the session, A Journey to the Moon. ഒരു ഭാര്യയും ഭർത്താവും വീട്ടിലുള്ള കശപിശോട് കിട്ടിയ ഒരു സാധനമാണ് നമുക്ക് തീവണ്ടി എന്ന് പറയുന്ന വാഹനം. അത് ജെയിംസ് വാട്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരന്റെ ഭാര്യയുമായി അദ്ദേഹം ഒരു ദിവസം വഴക്ക് കൂടിയതിന്റെ ഫലമാണ് തീവണ്ടി എന്ന് പറയുന്ന വാഹനം. നമ്മുടെ ഭാര്യയുടെ വഴക്ക് കൂടി എന്താണ്ടാകുക? കഞ്ഞിമുടി കുട്ടുന്നല്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ? അപ്പൊ എങ്ങനെ ജെയിംസ് വാട്ടിന്റെ ഭാര്യയും തീവണ്ടിയും തമ്മിലുള്ള ബന്ധം നമുക്കൊന്നും അറിയാം. ഈ സായിപ്പന്മാർക്ക് രണ്ട് ദുസ്വഭാവങ്ങളുണ്ട്. ജെയിംസ് വാട്ട് സായിപ്പാണ്. എന്ത് ദുസ്വഭാവം എന്ന് പറഞ്ഞാല് നല്ല സ്വഭാവം അല്ലേ? അല്ല, ഇവന്മാർക്ക് രണ്ട് സ്വഭാവം. ഒന്ന്, ഇവര് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ അങ്ങ് ചായ കുടിക്കാൻ തുടങ്ങും. ഓരോ അരമണിക്കൂർ ചായ കുടിച്ചുകൊണ്ടേ. എന്താ കാരണം? അവർ തണുപ്പുള്ള രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അവർ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ചൂടുള്ള ചായ കുടിച്ചുകൊണ്ടേ. രണ്ട്, സായിപ്പ് കൈ കെട്ടും. മണ്ടന്മാരായ നമ്മളത് രണ്ടു കരുതിയ എന്താ സ്റ്റൈലാന്ന് കരുതിയത്. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ അപ്പം കാപ്പി കുടിക്കാൻ തുടങ്ങി. അതിന് മനോഹരമായ ഒരു പേരും കൊടുത്തു, ബെഡ് കോഫ് അല്ലേ? പല്ല് തേക്കാതെ കുടിക്കുന്ന ചായക്ക് പറയുന്ന പേരാണ് ബെഡ് കോഫ്. പിന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പല്ലൊന്നും തേച്ചാൽ പേസ്റ്റ് കൊടുത്ത് കളയണ്ട. അത്യാവശ്യം വേണ്ട സാധനമൊക്കെ ചത്ത് വയറ്റിലെത്തിയിരുന്നോ, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ടൈയുടെ കാര്യം ആലോചിക്കുക. എത്ര വേനൽക്കാലമാണ്, ഏപ്രിൽ മെയ് ആയാലും നമ്മൾ ടൈ കെട്ടിയിട്ടാണ് നടക്കുന്നത്. ഇന്നലെ ഇടക്കിടക്ക് നിങ്ങൾ തുറന്നിട്ട് രണ്ട് ഊത്തം പോയിട്ട് വീണ്ടും ഇവിടെ കെട്ടിയത്. സായിപ്പ് ഇത് രണ്ടും ചെയ്യുന്നതാ, കാറ്റുള്ളിലേക്ക് അടക്കാക്കാൻ തണുക്കാതെ വേണ്ടി സായിപ്പ് കെട്ടിയ സാധനം. ഓക്കെ. ആൻഡ് ജെയിംസ് വാട്ടിന്റെ ഭാര്യ വീട്ടിലില്ല, തെറ്റിപ്പോയതാണ്. സായിപ്പ് രാവിലെ എണീറ്റു. എന്ത് വേണം സായിപ്പിന്? ചായ വേണം. ഭാര്യ വീട്ടിലില്ല. സായിപ്പ് അടുക്കളയിൽ കയറി. അടുക്കള സാധനം വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എന്തൊരു ഉറപ്പില്ലാത്ത കണ്ടിട്ടുണ്ടാക്കാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കേക്ക് ഉണ്ടാവും പഴയ കാലത്തെ അല്ലേ? രാവിലെ ഒരു കേക്ക് ഉണ്ടാക്കാൻ മോൾഭാഗം ചോപ്പേക്കാരം, അതേ കേക്കിന് ഉച്ച ഉണ്ടാകും മോള് പച്ചയ്ക്കാരം, പിന്നെ വേറെ തന്നെ മോള് വെള്ളയ്ക്കാരം, മൂന്നും ചേർത്ത് വെച്ചാൽ ദേശീയ പതാകന്റെ രൂപത്തിലായിരിക്കും. ഇതാണ് അപ്പത്തെ നമ്മുടെ ഈ കോവിലോട് നമുക്ക് അകപ്പാടെ ഗുണം. ആൺകുട്ടികളെ കുറെ പ്രാവിനെ വളർത്തുന്നുണ്ടാവും, കുറെ മീനിനെ വളർത്തുന്നുണ്ടാവും. വീട്ടിൽ അമ്മമാർക്ക് പ്രത്യേകിച്ച് വേണമെന്നില്ല, കുറെ ചെടിയും മരവും കെട്ടി തൂക്കിയിട്ടായിട്ട് കുറെ പച്ച ചെടി താഴെ ഇറങ്ങാൻ. അല്ല, അങ്ങനെ ഗുണം കിട്ടിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്നൊരു സൈഡ് തിന്നോ, എനിക്ക് അവരൊന്ന് കാണോ. ഞാൻ ഇവിടെ അനങ്ങാനാ പോലെ. ശരി. അപ്പോ സായിപ്പ് അടുക്കളയ്ക്ക്. കാരണം അടുക്കള എന്ന് പറഞ്ഞാൽ പ്രത്യേക ശ്രദ്ധിക്കാൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് അടുക്കള. അവിടെ നടക്കാത്ത വല്ല പരീക്ഷണം ഉണ്ടോ? ചൂടാക്കുന്നു, തണുപ്പിക്കുന്നു, ഇളക്കുന്നു, വീണ്ടും ഇളക്കുന്നു, അങ്ങോട്ട് ഒഴിക്കുന്നു, ഇങ്ങോട്ട് ഒഴിക്കുന്നു, അരിക്കുന്നു, രുചിച്ചു നോക്കുന്നു, മണത്ത് നോക്കുന്നു, മൂടി വെക്കുന്നു. അങ്ങനെ എന്തെല്ലാം പരീക്ഷണം നടക്കുന്ന സ്ഥലമാണ് അടുക്കള. പുറത്തെ ഓർക്കണം. സായിപ്പ് അടുക്കളയ്ക്ക് ചായ ഉണ്ടാക്കണം. എന്തൊക്കെ വേണം? ചായപ്പൊടി, പഞ്ചസാര, വെള്ളം, പാത്രങ്ങൾ വേണം, സ്റ്റൗ വേണം അല്ലേ? നീ പാൽ ചായ, നീ പാലും വേണം. സായിപ്പ് സ്റ്റൗ എത്തിച്ചു, പാത്രത്തിൽ വെള്ളം വെച്ചു, ഒരു പാത്രം ഒരു അടപ്പോട്ട് മൂടിയും വെച്ചു. ചായപ്പത്തനം കിട്ടുമോ? എന്തു പറ്റി? കുറച്ചു നേരം കാത്തിക്കണം അല്ലേ? വെള്ളം തരണം. അവിടെ സായിപ്പ് മുറ്റത്ത് ഇറങ്ങി നിൽക്കണം. കുറച്ചു നേരം കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നൊരു ശബ്ദം. എന്തായാലും ശബ്ദം? വെള്ളം തുറക്കുന്ന ഒച്ച വിട്ടത് കേൾക്കേ. അങ്ങനെ നാട്ടിൽ സുബൈക്ക് വാങ്ങുമ്പോ തിരമാല അടിക്കുന്ന ഒച്ച ഉണ്ടാവുന്നതാണ്. എല്ലാവരും ചായക്കാൻ തുടങ്ങിയ എന്തെങ്കിലും എന്തായിരിക്കും കേട്ടോ. അതിന് അടുക്കളയിൽ ഇടക്കിടക്കൊന്ന് കയറി നോക്കണം. നിങ്ങൾ അടുക്കളയിൽ കയറുന്ന എപ്പോഴാ ഒച്ച ഉണ്ടാക്കാതെ കയറിയ കട്ടുന്നാൻ ഒച്ച ഉണ്ടാക്കി കയറിയില്ല. അപ്പൊ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഒച്ച കേൾക്കുകയാണ്, ശബ്ദം കേൾക്കുകയാണ്. എന്തായിരിക്കും ശബ്ദം? രണ്ട് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം. ഏതാ പാത്രം? ഒന്ന് വെള്ളം വെച്ച പാത്രം, ഒന്ന് മൂടി വെച്ച പാത്രം. എന്താ
തുടങ്ങി, വീണ്ടും ചൂട് കിട്ടി, വെള്ളം നീരാവിയാക്കാൻ തുടങ്ങി. നീരാവിക്ക് പ്രഷർ മർദ്ദം കൂടുതലാണ്, പുറത്തേക്ക് പോയേ പറ്റൂ. അപ്പൊ ഈ പുറത്തേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഈ 2 പാത്രം മൂടി വെച്ച എവിടെയേ ഉള്ളൂ. ഇതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകും. ഇതിങ്ങനെ ചാടി കളിച്ചുകൊണ്ടേ അല്ലേ? നമ്മുടെ വീട്ടിലും ഈ കാഴ്ച എത്ര ഉണ്ടായി? നമുക്ക് വല്ലതും തോന്നിയോ? എന്ത് തോന്നാൻ? അമ്മണോ അല്ലെങ്കിൽ ഉമ്മണോ ഓടി വന്നു, മാക്സിന്റെ അട്ടയോടെ മൂത്ത പാത്രം തട്ടിട്ടു, ചായപ്പൊടിട്ടു, പഞ്ചസാര ഇട്ടു, ഇളക്കി എടുത്തു വെച്ചു, അടുത്ത സാധനം അടുപ്പത്ത് കെട്ടിച്ചു, നമ്മൾ അടുത്ത പണിക്കും പോയി. ഒന്നും സംഭവിച്ചു. പക്ഷേ ജെയിംസ് വാട്ട് ഈ കാഴ്ച ആ വാതിലേക്ക് ചാരി കുറച്ചേരത്തെങ്കിലും നോക്കി. അദ്ദേഹം ചിന്തിച്ചെന്താ അറിയാം? ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം തിളച്ചപ്പോൾ ഉണ്ടായ നീരാവി, ആ നീരാവിയുടെ ശക്തി കൊണ്ട് ഒരു പാത്രത്തിന്റെ അടപ്പിനെ നിൽക്കാതെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നീരാവിയുടെ സഹായത്തോടു കൂടി വലിയ വലിയ യന്ത്രവാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നതായി മൂപ്പയുടെ ചിന്ത. അങ്ങനെയാണ് തീവണ്ടിയുടെ ആദ്യ രൂപമായ സ്റ്റീം എൻജിൻ ആവി യന്ത്രത്തിന്റെ തുടക്കം. പിന്നെ എന്തുപയോഗിച്ച് ഓടുന്ന തീവണ്ടിയാക്കി മാറ്റുമ്പോൾ വേഗത പോരാൻ തോന്നി. കാരണം ആവി യന്ത്രത്തിന് അല്ലെങ്കിൽ നീരാവി തിളപ്പിച്ച് ഓടുന്ന തീവണ്ടിക്ക് വേഗത കുറവാണ്. അതിനൊരു പ്രത്യേകത ഗുണമുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ നടന്നാൽ നിങ്ങൾ അതിന്റെ മുന്നിലെത്തും. അത്ര വേഗത കുറവാണ്. പിന്നെ വേഗത കൂട്ടാണെങ്കിൽ കൽക്കരി ഉപയോഗിക്കാൻ തുടങ്ങി. കൽക്കരി ലഭ്യമല്ലാതായി തുടങ്ങി. നമ്മൾ ഉപയോഗിച്ചു, പെട്രോൾ ഉപയോഗിച്ചു, പെട്രോൾ വില കൂടി. പിന്നെ നമ്മൾ ഡീസൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ ഡീസലിന്റെ തീവണ്ടിക്കും വേഗത പോരാത്തത് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? ഇലക്ട്രിക് ട്രെയിനുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പരിഷ്കൃത രാജ്യങ്ങൾ ഇപ്പൊ മാഗ്നറ്റിക് ട്രെയിനുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് തീവണ്ടിയുടെ ഒരു പരിണാമം. അപ്പൊ ഓരോ കണ്ടുപിടുത്തവും നമുക്ക് ആവശ്യം വരുമ്പോൾ കണ്ടെത്തിയതുണ്ട്, വെറുതെ കിട്ടിയതുണ്ട്, ഇതേപോലെ നിസ്സാരമായി കിട്ടിയതുണ്ട്. അപ്പൊ കണ്ടുപിടുത്തങ്ങളുടെ കാര്യങ്ങൾ അതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ മനുഷ്യൻ ഇന്നേ വരെ ചെയ്തതിൽ വെച്ചുള്ള ഏറ്റവും മഹത്തായ ഒരു സാഹസിക യാത്രയെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇതവിടെ അവതരിപ്പിക്കുന്നത്. അത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പേര് കൊടുക്കുന്നു, ചന്ദ്രനിലേക്കൊരു യാത്ര. എഴുതി കൊടുക്കുന്നു. കഴിഞ്ഞ നോട്ട് പുസ്തകം വേണ്ടി നിർബന്ധമാട്ടോ. ചന്ദ്രനിലേക്കൊരു യാത്ര, എ ട്രിപ്പ് ടു മൂൺ. ചന്ദ്രനിലേക്കൊരു യാത്ര. യെസ്, ഇനി സംസാരിക്കരുത്. അപ്പോൾ യാത്ര ചന്ദ്രനിലേക്ക്. എൻ്റെ ചന്ദ്രനിലേക്കൊരു യാത്ര എന്നുള്ള എൻ്റെ ഇന്നത്തെ ക്ലാസ് 5555 ക്ലാസ്സാണ്. 2012 ജൂലൈ 18. അത് 1442 ക്ലാസ് ആയപ്പോൾ അതൊരു ഗിന്നസ് റെക്കോർഡായി. അതായത് ഇംഗ്ലണ്ടുകാരനായ ഡോക്ടർ മാർട്ടിൻ റസിക് എന്ന് പറയുന്ന വ്യക്തി മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിദ്യാലയം എടുത്തിരുന്ന ഒരേ ഒരു ക്ലാസ്സാണ്, ഒരേ വിഷയത്തിൽ ആധികാരികമായ ക്ലാസ് എടുത്ത ഗിന്നസ് റെക്കോർഡ്. അത് 2012 നമ്മൾ മറികടന്നു. ഇപ്പോൾ നമ്മൾ 5555 ക്ലാസ്സിലെത്തി. നിങ്ങൾ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഓക്കെ, ഇനി ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പേടിക്കേണ്ട, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളെ ചോദിക്കും. പരമാവധി ഞാൻ മുന്നിരിക്കുന്ന കുട്ടികളെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കും. അവർ ധൈര്യസമേതം മുന്നിൽ വന്നിരുന്നതാണ്. ആ പുറകിലിരിക്കുന്ന കുട്ടികൾക്കാണ് ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം പറയാനുള്ള അവസരം കിട്ടുക. അത് കിട്ടുന്ന അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഇനി ഇങ്ങോട്ട് ആരും വല്ല അടുത്തന്നെ നമ്മുടെ സീറ്റൊന്നുമില്ല. 1-2 പേര് ഇങ്ങനെ തലയ്ക്ക് പൊക്കി നോക്കൊണ്ട് വല്ല ഗ്യാപ്പ് ഉണ്ടോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. പേടിക്കേണ്ട, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ യാത്ര എങ്ങോട്ടാ? ചന്ദ്രനിലേക്ക്. അപ്പോൾ ചോദ്യം ഇതാണ്: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം ഒന്ന് പറയണം. അല്ല, 1900 എന്ന് ഓർമ്മ, കാരണം 2000 ശേഷമാണ് നമുക്ക് നല്ല പരിചയം ഉണ്ടാവുകയെ. 1947 ഓഗസ്റ്റ് 15. ഓർമ്മകൾ നന്നായി. ഏതായാലും ചെറുപ്പത്തിൽ എൻ്റെ മിഠായി ഇട്ടുകൊണ്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ. 1900 ഞാൻ ജനന തീയതി അല്ല ചോദിച്ചത്. 1900 1900 സമാധാനമായില്ലേ? ഇനിയിപ്പോൾ 1 തൊട്ട് 100 വരെ പറയുമ്പോൾ ഏതെങ്കിലും ശരിയായി കിട്ടണം. 1900 ഞാൻ മലബാർ കലാപം ഒന്നുമല്ല ചോദിച്ചത്. 1921 ഒന്നുമല്ല, 1969 വർഷം കിട്ടി. ഇത് പറയണമെന്ന് കരുതിയതേനു അല്ലേ? പക്ഷെ മറന്നതാണ്. അതങ്ങനെ തന്നെ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്. ഇനി മാസം പറയാം, അത് പിന്നെ എളുപ്പമുണ്ട്. 12 ചാൻസ് ഉള്ളൂ, ജനുവരി ടു ഡിസംബർ വരെ. ജൂലൈ. ഇനി ദിവസം പറയാം, 21. അപ്പോൾ 1969 ജൂലൈ 21 നടന്നൊരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും 1969 മടങ്ങിപ്പോവാണ്. പോയല്ലോ? പോയില്ലേ? അവൻ ഇരിക്കുന്നത് ഏത് വർഷം? 1969. അങ്ങനെ നമ്മളിപ്പോൾ എത്ര വർഷം പുറകോട്ട് പോയി എന്നൊന്ന് കണക്കൂട്ടി നോക്കാം. എത്ര വർഷം പുറകോട്ട് പോയി? 52 വർഷം പുറകോട്ട് പോയി. അപ്പോൾ 52 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്നൊരു സംഭവം ഇന്ന് രാവിലെ നമുക്കറിയാം. ഏതെല്ലാം രീതിയിൽ അറിയാം? പത്രം, റേഡിയോ, ടെലിവിഷൻ. എങ്കിൽ സാധാരണക്കാരായ നമ്മളൊക്കെ വാർത്ത അറിയാൻ വേണ്ടി ഏറ്റവും ആശ്രയിക്കുന്ന മീഡിയ, മാധ്യമം ഏതാ?
പത്രമാണ് അല്ലേ? കാരണം നമ്മുടെ വീട്ടിൽ പത്രം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിൽ പോയി പത്രം വായിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂളുകളിൽ പത്രം വായിക്കാൻ സൗകര്യം ഉണ്ടാവും. ആ പത്രങ്ങളാണ് നമ്മൾ വാർത്ത അറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മീഡിയ. അങ്ങനെയാണെങ്കിൽ 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിവസത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരണം? 1969 ജൂലൈ 22. അങ്ങനെ 1969 ജൂലൈ 22 ഈ ലോകത്തിറങ്ങിയ എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി എന്ന് തന്നെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത അതാവാൻ കാരണം? യെസ്, മനുഷ്യൻ ഇന്നേ വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്തതുകൊണ്ട്. അല്ല, വൈകുന്നേരം നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് സൈക്കിൾ ഇടിച്ചാൽ നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അല്ലേ? നമുക്ക് ഗുരുതരമായി എന്തും പറ്റിയാൽ തന്നെ 8ാമത്തെ പേജിൽ വരാനേ സാധ്യതയുള്ളൂ. പേജ് എന്ന് അറിയാലോ, പേജ് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചോക്കണം, നല്ലതാണ്, ഒരുപാട് കാര്യങ്ങൾ ഓർക്കാൻ നല്ലതാട്ടോ. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഒരുപാട് പത്രം ഇറങ്ങിയിട്ടുണ്ടാവും, നമ്മുടെ കൊച്ചു കേരളത്തിലും ഒരുപാട് പത്രം ഇറങ്ങിയിട്ടുണ്ടാവും. ഈ പത്രങ്ങളിലെയും എല്ലാം പ്രധാനപ്പെട്ട വാർത്ത അത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് തന്നെയായിരുന്നു. അത് മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയാണ്. ഈ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്ന് തന്നെയായിരുന്നു. ആയിരുന്നോ? നിങ്ങൾ പറയാം, നിങ്ങളൊന്നും ജനിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ, ഞാൻ പോലും ഒന്നും ജനിച്ചിട്ടില്ല. ആയിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള 52 വർഷം പഴക്കമുള്ള 1969 ജൂലൈ 22 ഒരു പത്രം ഞാൻ നിങ്ങളെ കാണിക്കൊള്ളൂ. നിങ്ങളുടെ കയ്യിലാണ്, വായിക്കാൻ തരില്ല, കാരണം അത് എന്നെക്കാളും നിങ്ങളെക്കാളും പ്രായമുണ്ട്. ഇപ്പം തന്നെ അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ രൂപത്തിലാണ്. അവൻ ചോദിക്കണ്ട, തരില്ല. 52 വർഷം പഴക്കമുള്ള മാതൃഭൂമി ദിനപത്രം. വളരെ ആദരവോടെ നോക്കണം, മൂത്തവരെ ബഹുമാനിക്കണം, നമ്മളൊക്കെ പഠിച്ചല്ലോ കേട്ടോ. പത്രത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ വായിക്കാൻ ശ്രദ്ധിക്കാം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ചെന്നിറങ്ങി നടന്നു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും മാതൃവാഹനത്തിലേക്ക് മടങ്ങുന്നു. അമേരിക്കൻ ബാഹ്യാകാശചാരികളുടെ മഹത്തായ വിജയം. ലോകോൽപത്തിക്ക് ശേഷം മനുഷ്യൻ ആദ്യമായി ഇന്നു രാവിലെ ചന്ദ്രനിൽ തൻ്റെ പാദമുദ്ര പതിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത. അങ്ങനെയാണെങ്കിൽ 4 ദിവസങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ച് ഭൂമിയിലെത്തി. ഇവർ ഭൂമിയിലെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ പത്രം ചന്ദ്രനിറങ്ങിയ അമേരിക്കൻ ബഹിരാകാശ യാത്രികൾ തിരിച്ചെത്തി. ആംസ്ട്രോങ്ങും ആൾഡ്രിനും കോളിൻസും ഭദ്രമായി ശാന്തസമുദ്രത്തിലിറങ്ങി. ഈ യുഗത്തിലെ ഏറ്റവും പ്രസിദ്ധരായ വീരസാഹസികർക്ക് അത്യുജ്വല സ്വീകരണം. പത്രം കണ്ടല്ലോ, വാർത്ത നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2 പത്രം കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇപ്പം എന്നോട് ചോദ്യം ചോദിക്കാനുണ്ട്. വേഗം ചോദിക്കടോ. ഈ പത്രം എനിക്ക് ഇവിടുന്ന് കിട്ടിയെന്നാ ചോദ്യം അല്ലേ? ഞാനന്ന് ജനിച്ചിട്ടില്ല, ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചതാവാനേ സാധ്യതയുള്ളൂ. അവൻ്റെ ഫാദർ എന്നെ പോലെ സ്കൂളിൽ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം. അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 1986 ഈ പത്രങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഈ പത്രങ്ങൾ വായിച്ചന്നു തൊട്ടാണ് ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി എനിക്ക് ചെറിയ താല്പര്യം തോന്നിയതും അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞു. നാസ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് മുഴുവൻ? അങ്ങനെയൊന്നും ചോദിക്കരുത് അല്ലേ? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അമേരിക്കയ്ക്ക് വേണ്ടി വിമാനങ്ങൾ നിർമ്മിക്കുക, അവിടെ ബഹിരാകാശ യാത്രകൾ സംഘടിപ്പിക്കുക. ഇതാണ് ആരുടെ ജോലി? നാസയുടെ ജോലി. ഇന്ത്യക്കും ഇതേപോലൊരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഉണ്ട്. ഏതാ? ISRO. ഇസ്രോ നമ്മൾ ചുരുക്കി പറയും, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ നാസക്ക് മീഡിയ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇങ്ങനെ ഗവേഷണം നടത്താൻ താല്പര്യമുള്ള അധ്യാപകർക്ക് അതിനുവേണ്ട സൗകര്യം നൽകുന്ന നാസയുടെ വിഭാഗം. അതിൽ 1991 മുതൽ ഞാനൊരു മെമ്പറാണ്. അതുകൊണ്ട് എന്ത് പുതിയ വിവരങ്ങളും നാസ നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നാസയുമായുള്ള ബന്ധപ്പെടുത്തും കിട്ടിയല്ലോ. അത് വീട്ടുകാരും നാട്ടുകാരും ഇപ്പം എന്നെ പറ്റി എന്താ പറയല്ലോ അറിയോ? ഗഫൂർ മാഷ ആകെ നാസായി പോയി എന്ന്. അത് രണ്ടർത്ഥാണ്. ഒന്ന് നാട്ടുപുറം ഭാഷയിൽ നാസായി പോയാൽ കേടുന്നു പോയിന്നല്ലേ. രണ്ടാമത്തെ ആരെ പുറകെ പോയി? നാസയുടെ പുറകെ പോയി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായൊരു സംഭവമാണ്. ഇനി നമുക്ക് പോവാം. എങ്ങോട്ട്? ചന്ദ്രനിലേക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഉപയോഗിക്കും. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പ്രത്യേക സമയം തരുന്നതല്ല. വളരെ സംശയം വരികയാണെങ്കിൽ വലതുഭാഗം സൂചിപ്പിക്കുക. അവസാനം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ? ഈ ബോർഡിലേക്ക് കാണുന്നില്ലെങ്കിൽ അതനുസരിച്ച് കസേര അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിച്ചിടാം. പെൺകുട്ടികളോട് പ്രത്യേകിച്ച്, കാരണം നിങ്ങൾ ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ കാഴ്ചയ്ക്ക് ചെറിയ പ്രയാസം വരും. ഒരുപാട് ചിത്രങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ കാണുന്ന രീതിയിലേക്ക് കസേര ഇപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെങ്കിൽ ഇടാം. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ കാണുന്ന രീതിയിൽ ഇരിക്കുക. മതി. ഓക്കെ. ബോർഡിലേക്ക് എല്ലാവരും കാണുന്നില്ലേ? റെഡി. ഇനി സംസാരിക്കരുത്. ഇത് നമ്മുടെ ഭൂമിയാണെന്ന് സങ്കല്പിക്കുക, കരുതിയാൽ മതി. അപ്പം ഇതാര് എന്നതാണ് എൻ്റെ ചോദ്യം. ആരാ? അപ്പം ഞാൻ സൂര്യനെ വരച്ചതാണെങ്കിലോ? അല്ലാന്നെങ്കിൽ നിങ്ങൾ പറയാം വരച്ചാൾ ഞാനല്ല. അപ്പം ഞാനല്ല പറഞ്ഞു ഞാനതാ വരച്ചു എന്ന്. നിങ്ങൾ ചന്ദ്രൻ എന്ന് പറയാനുള്ള കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം.
മാഷിന് യന്ത്രത്തെ പറ്റിയാണ് പറയാൻ പോണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി വരച്ചു കഴിഞ്ഞാൽ പിന്നെ വരക്കാൻ സാധിച്ച യന്ത്രം തന്നെ അല്ലേ. അതിന് 10ാം ക്ലാസ്സിൽ നിർത്തേണ്ടത് LKG പഠിക്കുന്ന ഒരു കുട്ടീനെ വെച്ച് അവൻ പറയും ഉത്തരം പോരാ. കുറച്ചുകൂടി നല്ല ഉത്തരം പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് സൂര്യനല്ല? ഒരാൾ കൈകൊണ്ട് കാണിച്ചു സൂര്യനാണ് ഇങ്ങനെ ഉണ്ടാവും. വരക്കേണ്ടി വരും. എന്താ കാരണം? ഞാനും നിങ്ങളെ ചിത്രം വരയ്ക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ വരച്ച ചിത്രം മറ്റുള്ളവർക്ക് മനസ്സിലാണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ഇടയിൽ ഒരു അടിക്കുറിപ്പ് ഇതിൻ്റെ ഇതൊരു പശുവാകുന്നു, അപ്പോൾ പശുവായിട്ട് തോന്നും, അല്ലെങ്കിൽ വേറെ വല്ല ജന്തുക്കളായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇതേപോലെ ചില സൂത്രങ്ങൾ ചെയ്യേണ്ടി വരും. സൂര്യൻ ഇങ്ങനെ വരയും കുറിയൊക്കെ ഉണ്ടോ? ഇല്ല. അത് പ്രകാശിക്കുന്ന ഒരു വസ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന സൂത്രങ്ങളാണ്. ഉത്തരമായിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ഉത്തരമുണ്ട്, അതാണ് എനിക്ക് കിട്ടേണ്ടത്. അത് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഉറപ്പാ. എന്തുകൊണ്ട് അത് സൂര്യനല്ല? ഭൂമിയേക്കാൾ വലുതാണ് ആര്? അപ്പോൾ ചന്ദ്രനോ? ചെറുതാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുതാരാ? ഏറ്റവും ചെറുത്? അപ്പം എനിക്ക് സംശയം, നട്ടുച്ചക്ക് നമ്മൾ മേലോട്ട് നോക്കിയാൽ കാണുന്ന സൂര്യൻ്റെ അതേ വലിപ്പം തന്നെ ഉള്ളൂ. നട്ടപ്പാതിരാക്ക് മേലോട്ട് നോക്കിയാൽ കാണുന്ന ചന്ദ്രനും. അപ്പോൾ രണ്ടും ഒരേ വലിപ്പമല്ല. നിങ്ങൾ പറഞ്ഞ തെറ്റല്ലേ? സൂര്യൻ ഒരുപാട് അകലെയാണ്. വലുതാണെങ്കിൽ ദൂരം നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. ചന്ദ്രൻ ഭൂമിയുടെ അടുത്താണ്, ചെറുതായതുകൊണ്ട് ചെറുതായിട്ടാണ് തോന്നുന്നു. അപ്പോൾ ആരാ തീരുമാനിച്ചു? ചന്ദ്രൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞോ, ഭൂമിയെക്കാളും വലിയൊരു ഗോളമാണ് സൂര്യൻ എന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും ആൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചോദിക്കുകയാണേ, കുറേ കാലമായി രാവിലെ ഒന്ന് ബാഗൊക്കെ എടുത്ത് സ്കൂൾക്കാരൻ ഇറങ്ങിപ്പോണാണ്, നിനക്കൊക്കെ വല്ല വിവരം ഉണ്ടോ നോക്കണമല്ലോ നിങ്ങൾ ചോദിക്കുകയാണേ, ഏകദേശം ഭൂമിയുടെ എത്ര ഇരട്ടി വലിപ്പമുണ്ടാകും സൂര്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? കുറച്ചങ്ങനെ ആലോചിച്ചിട്ട് പറയും, എടാ അത് അളക്കാൻ പറ്റിയ ടാപ്പും മീറ്ററൊന്നും കണ്ടെത്താത്തതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ എത്ര വലിപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയില്ലേ. നിങ്ങൾ എന്തുത്തരം പറയും? ഏകദേശം ഭൂമിയുടെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യൻ? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഒരാൾ പറയും ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും ഞാൻ 2 അവസരം കൊണ്ട് തരാം. കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. ഓക്കെ. 80. ഒരവസരം കൂടി ഉണ്ട്. 75. എനിക്കറിയാം നിങ്ങൾ ഇടയിലൊരു സംഖ്യ പറയുള്ളൂ. അതാ ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതിയത്. കാരണം ഈ കളി 5554 കളി കളിച്ചതാണേ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കാണും. അത് 2 പ്രാവശ്യം കാണും. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഒന്ന് ഫുൾ HD-യിലും കേട്ടോ. ഓക്കെ. ഇപ്പം നിങ്ങളുടെ അവസരം കഴിഞ്ഞു. ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി. ഞാൻ അത്രയൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു. നമുക്ക് സൂര്യനെ പറ്റി ഒരു ധാരണയില്ല. മേലോട്ട് നോക്കിയാൽ എന്തൊരു ചൂട് പറഞ്ഞ് പ്രാകാൻ മാത്രം നമുക്ക് പഠിച്ചിട്ടുള്ളൂ അല്ലേ. എന്നാൽ ഭൂമിയുടെ 10 ഇരട്ടിയോ 75 ഇരട്ടിയോ 80 ഇരട്ടിയോ വലുപ്പമൊന്നും സൂര്യനില്ല. ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലുപ്പമുള്ളൂ സൂര്യന്. അതായത് 13 ലക്ഷം ഭൂമികളെ പൊടിച്ചിട്ടെങ്കിലേ സൂര്യൻ എന്ന് പറഞ്ഞ ഈ പാത്രം നിറയുള്ളൂ എന്നാണ് കണക്ക്. അപ്പോൾ എത്ര ഭൂമികളെ ഉൾക്കൊള്ളാൻ കെൽപ്പുണ്ട് സൂര്യനെ? 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കെൽപ്പുണ്ട് സൂര്യനെ. അങ്ങനെയുള്ള സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളെ നമ്മൾ എന്തു പറയും? സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയും. ഗ്രഹങ്ങളെ ചുറ്റുന്ന ഗോളങ്ങളെ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ എന്ന് പറയും. അങ്ങനെ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ചന്ദ്രൻ ഭൂമിയെക്കാളും ചെറുതായി പോയത്? കാരണം സൂര്യനേക്കാളും ചെറുതാണ് ഭൂമി. കാരണം സൂര്യനെ ചുറ്റുന്ന ഗോളമാണ് ഭൂമി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഭൂമിയെക്കാളും ചന്ദ്രൻ ചെറുതായി പോയി? യെസ്, ഭൂമിയെ ചുറ്റുന്ന ഗോളത്തിൽ ഭൂമിയുടെ ഉപഗ്രഹമായത് കാരണം. അങ്ങനെയാണെങ്കിൽ 13 ലക്ഷം ഭൂമികളെ സൂര്യൻ ഉൾക്കൊള്ളുമെങ്കിൽ എത്ര ചന്ദ്രന്മാരെ കൊള്ളും നമ്മുടെ ഭൂമിയിൽ എന്നറിയോ? 4 ചന്ദ്രന്മാരെ കൊള്ളും നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ 4 ചന്ദ്രന്മാരെ പൊടിച്ചിട്ടെങ്കിലേ ഭൂമി എന്ന് പറഞ്ഞ ഈ പാത്രം നിറയൂ. അങ്ങനെ 13 ലക്ഷം ഭൂമികൾ ഉൾക്കൊള്ളും എവിടെ? സൂര്യനിൽ. അങ്ങനെ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. അതുകൊണ്ട് ഭൂമിയുടെ മകളായിട്ടാണ് നമ്മൾ ചന്ദ്രനെ കണക്കൂട്ടാറ്. ഭൂമിയുടെ ആരാ ചന്ദ്രൻ? മകള്. അപ്പോഴാണെന്ന് പെൺകുട്ടികൾക്ക് ഭയങ്കര പരാതി. എന്താ പരാതി? ചന്ദ്രനാണെന്ന് പറയാ, മകളാണെന്ന് പറയാം. ആണിൻ്റെ പേരിട്ട് പെണ്ണാന്ന് പറയേ. ഇതൊരിക്കലും പറ്റില്ല എന്ന് പറയാൻ അന്നത്തെ പെൺകുട്ടികൾ ഒരുപാട് ബഹളം ഉണ്ടാക്കി കേൾക്കുന്നത്. ആണ് പെൺകുട്ടികൾക്ക് സമാധാനം ചന്ദ്രൻ നമ്മൾ മറ്റൊരു പേര് കൊടുത്തു, അമ്പിളി എന്നുള്ള പേര് കൊടുത്തു. ആണ് നിങ്ങൾക്ക് അമ്പിളി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാടോ? ചന്ദ്രൻ എന്നും പറയാം. എന്തായാലും ഭൂമിയുടെ സന്തതിയാണ് ആര്? അമ്പിളി അല്ലെങ്കിൽ ചന്ദ്രൻ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നും ഈ ചന്ദ്രനിലേക്കാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത്. പോള സ്ഥലം നമ്മൾ തീരുമാനിച്ചു, ചന്ദ്രൻ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പോള വാഹനങ്ങളെ പറ്റി ആലോചിക്കണം. വേണ്ടേ? ബസ്, കാറ്, ലോറി, ജീപ്പ്, ഓട്ടോറിക്ഷ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, തീവണ്ടി, ഇത്തരം വാഹനങ്ങളെ പറ്റി നമ്മൾ ചന്ദ്രനിലേക്ക് പോകാൻ ആലോചിക്കാറേ ഇല്ല. എന്താ കാരണം? യെസ്, അതെല്ലാം കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ്, ആകാശത്തിലൂടെ പറക്കില്ല. അങ്ങനെയാണെങ്കിൽ ആകാശത്തിലൂടെ പറക്കുന്ന ഒരു വിമാനത്തിൽ നമുക്ക് ചന്ദ്രനിലേക്ക് പോയിക്കൂടെ? പറ്റില്ല, ചന്ദ്രനിലെ എയർപോർട്ട് ഇല്ലല്ലേ. അതുകൊണ്ടാണോ? ഇനി വിമാനം അത്ര ഉയരത്തിൽ പറക്കില്ല, അതിൽ ഇന്ധനം കൊള്ളില്ല, ചൂട് താങ്ങില്ല, വേഗത പോരാ, ഈ ആദ്യ വർത്താനം എന്ന് പറയുന്നത്. കാരണം ശബ്ദത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ കണ്ടെത്തിയ കാലം. ചേമ്പിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചാൽ തീർച്ച പോണ പോലെ ആറ്റം ബോംബ് ഇട്ടാൽ തീർച്ച പോണ ആദ്യ വിമാനങ്ങളുടെ കാലം. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, വളരെ നിസ്സാരമായ സംഭവമുണ്ട്. എന്തുകൊണ്ടൊരു വിമാനം ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് പോയിക്കൂടാ? ഇനി വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കരുത്, ഭൂമിയിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ടൊരു വിമാനം ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് പോയിക്കൂടാ? ഈ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള കുഴപ്പതാണ്. നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാം, നിസ്സാരമായ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് അറിയാം,
മൂപ്പരച്ഛൻ്റെ പേരും അറിയാം, മൂപ്പരച്ഛൻ്റെ പേരും അറിയാം. അവനാൻ്റെ വല്യപ്പാൻ്റെ പേരോ വല്യച്ഛൻ്റെ പേരോ എന്ന് പറയണമെങ്കിൽ ഞാൻ നാളെ വീട്ടിൽ പോയിട്ട് അമ്മനോട് അല്ലെങ്കിൽ ഉമ്മാനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാമെന്നും പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. നിസ്സാരമായ സംഭവം. എന്തുകൊണ്ടൊരു വിമാനം പറ്റേ വിമാനം എങ്ങനെ പോലെ എങ്ങനെ പോകുന്നോ? അങ്ങനെ കരിപ്പൂർ ഒറ്റ ബിൽഡിങ്ങും ബാക്കി ഉണ്ടാവില്ല, വിമാനം എങ്ങനെ പോകാൻ തുടങ്ങിയ. എന്തുകൊണ്ടൊരു വിമാനം ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് പോയിക്കൂടാ? വിമാനത്തിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? മറ്റു വാഹനങ്ങളിൽ നിന്നും അതിനെന്തുണ്ട്? ചിറകുണ്ട്. ചിറകുള്ള എന്തിനാണ്? പറക്കാന്. പറക്കണമെങ്കിൽ എന്ത് വേണം? ചിറക് വേണം അല്ലേ? ചിറകുണ്ടെങ്കിലോ പറക്കാം, പറക്കണമെങ്കിലോ ചിറകുണ്ടാവും. ഇനിയിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി. യെസ്, വായുവില്ലാത്തൊരു ലോകം കടന്നിട്ട് വേണം നമുക്ക് എവിടെ എത്താൻ? ചന്ദ്രനിലെത്താൻ. അപ്പോൾ വായും വിമാനവും തമ്മിലുള്ള ബന്ധം, വായുവിലൂടെ മാത്രമേ വിമാനങ്ങൾ സഞ്ചരിക്കൂ. അങ്ങനെയാണ് അവിടെ ഭൂമിക്ക് ചുറ്റും വായു ഉണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നതിന്. അതിന് ഭൂമിയെ ഈ വായുമണ്ഡലം ഒരു പുതപ്പ് പോലെ ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തിയതാണ്. വെള്ളത്തിലൂടെ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്ന പോലെയാണ് നമ്മളൊക്കെ ഭൂമിയിലൂടെ നടക്കുന്നത്. മത്സ്യങ്ങളുടെ മുകളിൽ മുഴുവൻ വെള്ളമാണെങ്കിൽ നമ്മുടെ മുകളിൽ മുഴുവൻ എന്താ? വായുവാണ്. അങ്ങനെയുള്ള ഭൂമിയുടെ ഈ വായുമണ്ഡലം ഭൂമിയുടെ 461 കിലോമീറ്റർ മുകളിൽ വരെ ഭൂമിക്ക് നേരിയ തോതിൽ വായുമണ്ഡലമുണ്ട്. എന്നാൽ 32 കിലോമീറ്റർ മുകളിൽ വരെയുള്ള വായുവേ എനിക്കും നിങ്ങൾക്കും ശ്വസനയോഗ്യമായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പാകത്തിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ സാധാരണ യാത്രാ വിമാനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പറക്കാൻ പറ്റുന്ന ഉയരം 32 കിലോമീറ്റർ. പക്ഷേ ഭൂമിയുടെ വായുമണ്ഡലം എത്ര കിലോമീറ്റർ മുകളിൽ വരെ ഉണ്ട്? 461. ഇനി എൻ്റെ അടുത്ത ചോദ്യത്തിൽ വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഈ വായുമണ്ഡലം ഈ 461 കിലോമീറ്ററിൽ അവസാനിച്ചു? എന്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വായു ഉണ്ടായില്ല? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഭൂമിയുടെ വായുമണ്ഡലം ഈ 461 കിലോമീറ്ററിൽ അവസാനിച്ചു, എന്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വായു ഉണ്ടായില്ല? ഇനി വലിയ വലിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചോ. ഞാൻ കൈകൊണ്ട് കാണിച്ചപ്പോൾ തന്നെ ഉത്തരം കിട്ടി. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം. അതായത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിലേക്ക് പിടിച്ചു വലിക്കുന്നു. കൂടുതൽ ആരെയും പിടിച്ചു വലിക്കുന്നു? വായുവിനെയും. അങ്ങനെയുള്ള വസ്തുക്കളെ പിടിച്ചു വലിക്കാനുള്ള ഭൂമിയുടെ കഴിവ് എത്ര കിലോമീറ്റർ മുകളിൽ വരെയുള്ളൂ? 461. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഉറപ്പിക്കണം. ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന പ്രത്യേകത ഭൂമിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങൾക്കും ഗുരുത്വാകർഷണ ബലമുണ്ട്. ഗോളത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ഗുരുത്വാകർഷണം കൂടും, വലുപ്പം കുറയുമ്പോൾ ഗുരുത്വാകർഷണം കുറയും. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ പരിധിയാണ് 461 കിലോമീറ്റർ. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. എങ്ങനെ? ഈ 461 കിലോമീറ്റർ അകത്താണ് നമ്മളൊരു വസ്തുവിനെ കൊണ്ടുപോയിട്ട് വെക്കുന്നതെങ്കിൽ ആ വസ്തു എങ്ങോട്ടാണ് വീഴുക? താഴേക്കെന്ന് പറയരുത്, ഭൂമിയിലേക്ക് വീഴും. ഈ 461 കിലോമീറ്റർ മുകളിലാണ് ആ വസ്തുവിനെ നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കുന്നതെങ്കിൽ അത് അവിടെ നിൽക്കുമോ ഭൂമിയിലേക്ക് വരുമോ? അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ വസ്തുക്കളെയും പിടിച്ചു വലിക്കാനുള്ള കഴിവ് ചന്ദ്രന് ഉണ്ടോ ഇല്ലയോ? ഇല്ലേ. ഈ ഞാൻ ഇപ്പോഴും പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഉണ്ടകൾക്കും ഉണ്ട് എന്ന്. ഉണ്ട്. എന്നാൽ ചന്ദ്രനല്ലേ 16 കിലോമീറ്റർ മുകളിൽ വരെയുള്ള വസ്തുക്കളെ പിടിച്ചു വലിക്കാനുള്ള കഴിവേ ഉള്ളൂ. ആ ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം വളരെ കുറവാണ്. അതുകൊണ്ട് വലിയൊരു വായുമണ്ഡലത്തെ പിടിച്ചെടുത്താനുള്ള കഴിവായിരിക്കില്ല ചന്ദ്രനില്ല. അതുകൊണ്ടാണ് ചന്ദ്രൻ എന്തില്ലാതായി പോയത്? വായു ഇല്ലാതായി പോയത്. പക്ഷേ ചന്ദ്രൻ വായു ഇല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ പോലത്തെ എന്തുണ്ട്? ഗുരുത്വാകർഷണ ബലമുണ്ട്. പക്ഷെ ആ ഗുരുത്വാകർഷണ ബലം വലിയൊരു വായുമണ്ഡലത്തെ പിടിച്ചു നിർത്താൻ ശക്തമല്ല. അങ്ങനെയാണെങ്കിൽ ഈ 16 കിലോമീറ്റർ അകത്താണ് നമ്മളൊരു വസ്തുവിനെ കൊണ്ടുപോയിട്ട് വെക്കുന്നതെങ്കിൽ ആ വസ്തു എങ്ങോട്ടാണ് വീഴുക? ചന്ദ്രനിലേക്ക് വീഴും. ഈ 16 കിലോമീറ്റർ മുകളിലാണ് ആ വസ്തുവിനെ നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കുന്നതെങ്കിൽ അത് അവിടെ നിൽക്കുമോ ചന്ദ്രനിലേക്ക് വീഴുമോ? അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ 461 കിലോമീറ്ററിന് മുകളിലും ചന്ദ്രൻ്റെ 16 കിലോമീറ്റർ മുകളിലും ഇടയിലുള്ള ഈ വിശാലമായ ലോകത്തെയാണ് നമ്മൾ എന്താ പറയുക? ശൂന്യാകാശം അല്ലെങ്കിൽ ബഹിരാകാശം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ത് പറയും? സ്പേസ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഈ ശൂന്യാകാശത്തിൻ്റെ തുടക്കം ഭൂമിയുടെ എത്ര കിലോമീറ്റർ മുകളിൽ നിന്നാണ്? 461. അതിൻ്റെ ആദ്യത്തെ അവസാനം ചന്ദ്രൻ്റെ എത്ര കിലോമീറ്റർ മുകളിൽ വരെ? 16. ഈ 16 കിലോമീറ്റർ അകത്തേക്ക് കിടന്നാൽ പിന്നെ ശൂന്യാകാശമാണോ? അല്ല, ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണമാണ്. ഈ 461 കിടന്നാൽ പിന്നെ ശൂന്യാകാശമാണോ? അല്ല, ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. അതിനിടയിലെ വിശാലമായ ലോകമാണ് ശൂന്യാകാശം അല്ലെങ്കിൽ ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഈ ശൂന്യാകാശത്തിന് 2 പ്രത്യേകതകളുണ്ടാവും. ഒന്ന്, അവിടെ എന്തില്ല? വായുവില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഒരു വസ്തുവിനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ ആ വസ്തു അവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് എന്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണം, ഈ ചോക്ക് ഞാനിവിടെ വെച്ചാൽ നിൽക്കില്ല, ഞാൻ കൈയെടുത്താൽ ഈ ചോക്ക് താഴേക്ക് വീഴും. കാരണം ഈ ചോക്കിനെ ഭൂമി താഴേക്ക് പിടിച്ചു വലിക്കുന്നു. അതുകൊണ്ട് ഈ ചോക്കിന് എന്തുണ്ട്? ചോക്കിന് ഗ്രാവിറ്റി അല്ലേ. ആ ഗ്രഹങ്ങളുടെയും ഗോളങ്ങളുടെയും പ്രത്യേകം നമ്മൾ ഇപ്പോഴും പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. ഈ ചോക്കിന് എന്തുണ്ട്? വെയിറ്റ്, അല്ലെങ്കിൽ മാസ്, അല്ലെങ്കിൽ ഭാരം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാ? ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടതാ. അതായത് വസ്തുവിൻ്റെ ഭൂമി എത്രയാണോ താഴേക്ക് പിടിച്ചു വലിക്കുന്ന അളവ്, അതാണ് വസ്തുവിൻ്റെ ഭാരം. എനിക്കിപ്പോൾ 70 കിലോ തൂക്കമുണ്ട്.
ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാഷല്ല ശാപ്പാടാന്ന് മനസ്സിലായി. അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ഭൂമി എന്നെ 70 കിലോക്ക് സമമായിട്ട് താഴേക്ക് പിടിച്ചു വലിക്കുന്നു, അതാണ് എൻ്റെ ഭാരം. ഇനി നിങ്ങളുടെ കൂടുതൽ വാക്ക് പോലെ 40 കിലോ തൂക്കമുള്ളൂ എന്ന് കരുതുക. എന്താ കാരണം? ഭൂമി നിങ്ങൾ അത്രയും താഴേക്ക് പിടിച്ചു വലിക്കുന്നു എന്ന് കരുതി സമാധാനപ്പെടുക അല്ലേ? ഒരു പറന്നിറക്കുന്ന അപ്പൂപ്പൻ താടിക്ക് 2 ഗ്രാമേ തൂക്കുള്ളൂ. കാരണം അപ്പൂപ്പൻ താടിയെ ഭൂമി അത്രയും താഴേക്ക് പിടിച്ചു വലിക്കുന്നുള്ളൂ. എന്നാൽ ആനക്ക് 1000 കിലോയിലും മേലെ തൂക്കുണ്ട്. കാരണം ആനയെ ഭൂമി അത്രയും താഴേക്ക് പിടിച്ചു വലിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും അപ്പൂപ്പൻ താടിയും ആനയും ഭൂമിയുടെ 461 കിലോമീറ്റർ മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഭാരം എത്രയാ? 0. എനിക്ക് ഭാരമില്ല, നിങ്ങൾക്ക് ഭാരമില്ല, അപ്പൂപ്പൻ താടിക്ക് ഭാരമില്ല, ആനക്ക് ഭാരമില്ല. എനിക്കൊരു വിരൽ കൊണ്ട് നിങ്ങളെ പൊക്കാം. അതേ ശക്തി മതി നിങ്ങൾക്ക് എന്നെയും പൊക്കാൻ. അത് കേട്ടപ്പോൾ സമാധാനമായില്ലേ? അതേ ശക്തിയായി നമുക്കൊരു അപ്പൂപ്പൻ താടിയെയും പൊക്കാൻ, അതേ ശക്തിയായി നമുക്കൊരു ആനയെയും പൊക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ ശൂന്യാകാശത്ത് കഴിഞ്ഞാൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾ അവസാനം കാണിക്കും. അതിനുമുമ്പ് ശൂന്യാകാശത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങളെ പറ്റുന്ന ചർച്ച ചെയ്തു. അപ്പോൾ നമ്മളിരിക്കുന്ന ഈ ക്ലാസ് റൂം ഒരു ശൂന്യാകാശ വാഹനമാണെന്ന് കണക്കൂട്ടിയാകും. കരുതിയാൽ മതി. ഇനി സൈഡിലേക്കും മുകളിലേക്കും തൊട്ടിട്ടാണ് മുഖത്തേക്കും നോക്കണ്ട. ഇതേമാതിരി വാതിലും ജനലും തുറന്നിട്ടൊരു സാധനമാവില്ല. വളരെ അടച്ചു ഭദ്രമാക്കിയതാണ്. നിങ്ങൾ ഇരിക്കുന്ന കസേര പോലും അതിൽ ഉറപ്പിച്ചതാണ്. നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു. റെഡി? നമ്മുടെ ക്ലാസ് റൂം ശൂന്യാകാശം പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ പോയി നമ്മൾ ഭൂമിയുടെ 461 കിലോമീറ്റർ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷ ബലത്തെ അതിജീവിച്ചു. പിന്നെ ഭൂമിക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടുമോ? ഇല്ല. പിന്നെ എൻ്റെയും നിങ്ങളുടെയും ഭാരം എത്ര? 0. പിന്നെ ഒരു ചോദ്യം ഇതാണ്, പിന്നെ നിങ്ങൾ കസേരയിൽ ഇരിക്കുമോ, ഞാനിവിടെ നിലത്ത് നിൽക്കുമോ എന്നാ ചോദ്യം. ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? കസേരയിൽ നിന്ന് നേരങ്ങ് പൊങ്ങും, ഞാനും നിലത്ത് നിന്ന് നേരങ്ങ് പൊങ്ങും. പിന്നെ നിലം തൊടാതെ നമ്മൾ അഭ്യാസങ്ങൾ ഇതിനകത്ത് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടുന്ന് അങ്ങോട്ട് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതേപോലെ നടക്കാൻ പറ്റുമെന്നാ ചോദ്യം. എന്താ കാരണം? എൻ്റെ 2 കാലും നിലത്ത് നിന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ലേ? അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ ചുമര് പിടിച്ച് അങ്ങനെ കൊത്തിപ്പിടിച്ച് അവിടെ എത്താം. അല്ലെങ്കിൽ ആരെങ്കിലും ആളെ എന്നെ ഇവിടെ പിടിച്ച് അങ്ങ് തള്ളി തന്നാൽ മതി. അപ്പോൾ എൻ്റെ 2 കൈയും മുന്നോട്ട് നീട്ടിപ്പിടിച്ച് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന പോലെ നിലം തൊടാതെ അങ്ങനെ ഒഴുകിപ്പോകും. അങ്ങനെയാണെങ്കിൽ ശൂന്യാകാശത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുകയാണ്. അത് ഭൂമി വെള്ളം കുടിക്കുന്ന ആലേക്ക് ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ഗ്ലാസ് അടിച്ച് പിടിച്ചു, വെള്ളം താഴേക്ക് ആടി, നമ്മൾ വാർന്ന് പിടിച്ചു, വെള്ളം വായിലേക്കായി, നമ്മൾ വായടച്ചു, നമ്മൾ വെള്ളം കുടിച്ചു. എന്തുകൊണ്ട് ഈ വെള്ളം താഴേക്ക് ആടി? ഞാൻ നിങ്ങൾ വായർന്ന് പിടിച്ചുകൊണ്ടാണോ? അല്ല. ആ വെള്ളത്തെയും ഭൂമി താഴേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഇടയിൽ കൊണ്ട് നമ്മൾ വായ വെച്ചു, ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ? എന്നാൽ ശൂന്യാകാശത്ത് കഴിഞ്ഞാൽ ഒരാൾ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഗ്ലാസ് തല കുത്തനെ പിടിച്ചാൽ പോലും വെള്ളം ഗ്ലാസ്സിനകത്ത് നിൽക്കോ താഴേക്ക് ചാടും? ഗ്ലാസ്സിനകത്ത് അടക്കം താഴേക്ക് ചാടില്ല. അപ്പോൾ എങ്ങനെ വെള്ളം കുടിക്കാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകള് പറഞ്ഞ സൂത്രം. അപ്പോൾ +2 കഴിഞ്ഞ് വലിയൊരു ഐഡിയ പറഞ്ഞതാണ്. ഗ്ലാസ് തല കുത്തനല്ലേ, വെള്ളപ്പോൾ ഗ്ലാസ്സിനകത്ത് നിൽക്കില്ലേ, ഈ ഗ്ലാസിൻ്റെ പുറകിൽ ഒരു ഓട്ടിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ വായ അങ്ങനെ കാണിച്ചു കൊടുത്താൽ പോരെ. അപ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെ പല ഐഡിയകളൊക്കെ ഉണ്ടാക്കാൻ നടക്കാത്ത കാര്യമാണ്. അവർ വെള്ളം കുടിക്കാൻ ചെയ്യും, ഈ ഗ്ലാസോ പാത്രമോ ഒന്നും കുടഞ്ഞാൽ മതി. കുടഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഗ്ലാസ് പുറത്തേക്ക് ചാടും. താഴേക്ക് വീഴുവോ? ഇല്ല. ഈ വാഹനത്തിനകത്തൊരു ഗോളാകൃതിയിൽ പന്ത് പോലെ വെള്ളം അവിടെ നിന്നോളും. പിന്നെ സൗകര്യം പോലെ വായിട്ട് ചെന്നേ കുടിച്ചാൽ മതി. അപ്പോൾ ചായ കുടിക്കാൻ, കാപ്പി കുടിക്കാൻ, ഹോർലിക്സ് കുടിക്കാൻ, ഇനി കഞ്ഞിവെള്ളം കുടിക്കാൻ ഇതേ മാർഗ്ഗമുള്ളൂ. പുറത്തേക്ക് വെച്ച് കുടിച്ചോളാം. ഇനി അടുത്ത പ്രശ്നം, ഈ ശൂന്യാകാശ് പോയി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പോയി എന്ന അർത്ഥമുണ്ടോ? ഇല്ല. ഇവിടെ ഏറ്റവും പോയിട്ട് തിരിച്ചിരുന്നവർ ശൂന്യാകാശ യാത്രികരാണ്. അപ്പോൾ ഒരു 4-5 മാസമോ അല്ലെങ്കിൽ 10-15 ദിവസമോ തിരിച്ചിരുന്ന യാത്രക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് നമ്മളെപ്പോലെ എല്ലാ ദിവസവും കുളിക്കേണ്ടി വരും. നമുക്ക് എല്ലാ ദിവസവും കുളിക്കണ്ടേ? എന്തായാലും ഊറ്റില്ലാത്ത പന്താവൂർ കുളി നനയൊന്നും ഇല്ലേ? നമ്മൾ കുളിക്കും. ഭൂമി നമ്മൾ കുളിക്കുന്ന ആളേക്ക് ബാത്റൂമിൽ കയറും, പൈപ്പ് തിരിക്കും, തലയിൽ വെള്ളം വന്നിയാടും, ഈ ദുനിയാവുള്ള എല്ലാ പാട്ടും പാടി വളരെ ഹാപ്പി ആയിട്ട് നമ്മളൊക്കെ കുളിക്കൂലേ? അങ്ങനെയാണെങ്കിൽ ശൂന്യാകാശത്ത് കഴിഞ്ഞാൽ ഒരാൾ പൈപ്പോ ഷവറോ തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് ചാടുമോ? ഇല്ല. ആ ഭൂമിയുള്ള ഈ കുളി ഏതായാലും ശൂന്യാകാശം പറ്റില്ല. പിന്നെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇവർ ഓരോരുത്തരും കഴുത്തിൽ കട്ടിയിൽ ഓരോ സ്പോഞ്ചിൻ്റെ കഷ്ണം ഉണ്ടാവും. അത് അവർ വെള്ളത്തിൽ ചെന്നായിട്ട് അങ്ങ് നനക്കും. എന്നാൽ അതുകൊണ്ട് ശരീരം അമർത്തിയങ്ങ് വരക്കും. എന്നാൽ തോർത്തുമുണ്ടോ ടർക്കിയോ ഉപയോഗിച്ച് തോർത്തിങ്ങെടുക്കും. ഇത്രയാണ് ശൂന്യാകാശ യാത്രയുടെ കുളി. അതുകൊണ്ട് ശൂന്യാകാശ യാത്ര കുളിക്ക് നമ്മളൊരു പേര് പറയും സ്പോഞ്ച് ബാത്ത് എന്താ പറയുക? എന്താ പറയുക? സ്പോഞ്ച് ബാത്ത്. ഇനി അടുത്ത വർഷം ഇവർ 4-5 മാസം അല്ലെങ്കിൽ 10 മാസം തിരിച്ചെഴുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഇവർ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർക്ക് നമ്മളെപ്പോലെ എല്ലാ ദിവസവും ഉറങ്ങേണ്ടി വരും. ഭൂമി നമുക്ക് എങ്ങനെ ഉറങ്ങാം? കട്ടിൽ കിടന്നുറങ്ങാം, പായ കിടന്നുറങ്ങാം, നിലത്ത് കിടന്നുറങ്ങാം, കസേരയിൽ ഇരുന്ന് ഉറങ്ങാം, ബെഞ്ചിരുന്ന് ഡിസ്കോ ആലോചിച്ച് കിടന്നുറങ്ങാം, ബെഞ്ച് കിടന്നുറങ്ങാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉറങ്ങാം. ഇനി ശൂന്യാകാശമുള്ള കട്ടിലോ പായലോ നിലത്തോ കിടന്ന ആളോട് നിലത്തുണ്ടാവുമോ? ആൾ നിലത്തുനിന്ന് ഇങ്ങനെ പൊങ്ങും, ഈ വാഹനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കും, തല വാഹനത്തിന് ചുമരുമ ചെന്ന് അങ്ങനെ ഇടിക്കും. ഉണരാനേ നേരം ഉണ്ടാവുള്ളൂ. എന്തിനു നേരം ഉണ്ടാവില്ല? ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല. അവർ ഉറങ്ങാൻ തരുന്നറിയോ? ഇവർ വാഹനത്തിന് ചുമരുമ്പോൾ വലിയൊരു ബാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അടിയിട്ടുമ്പോൾ വരെ സിപ്പുള്ളൊരു ബാഗാണ്. ആ ബാഗിനായിട്ടുള്ള ഇങ്ങനെ കയറിക്കും. എന്നാൽ അടിയോട്ട് കഴിച്ചിട്ട് വരെ സിപ്പിട്ട് ആ ബാഗിനകത്ത് നിന്നിട്ട് ഇങ്ങനെ ഉറങ്ങിക്കോളും. ഇനി ഒരാൾ പറയുകയാണേ, എനിക്കിങ്ങനെ നിന്നാലൊന്നും ഉറക്കാൻ പറ്റില്ല, എനിക്ക് കിടന്നെങ്കിൽ തന്നെ ഉറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനത്തെ ഉറങ്ങാൻ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെഞ്ചിൻ്റെ അത്ര വീതിയുള്ള 2-3 കട്ടിലുകൾ ഈ വാഹനത്തിൽ ഉറപ്പിച്ച കട്ടിലുണ്ടാവും. ആ കട്ടിലാൽ മലർന്ന് അവിടെ അങ്ങനെ കിടക്കും. കിടന്നാൽ നിൽക്കുമോ? നിൽക്കാൻ വേണ്ടി ഊരൊക്കെ ഒരു ബെൽറ്റ് ഇട്ട് കട്ടിലുമായി കൂട്ടിയാണ് കെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് പറ്റുമോ?
അത് പൊങ്ങിപ്പോവും. ഇനി നിങ്ങൾ ക്ലാസ് റൂമിലെ ബെഞ്ച് മറന്ന് കിടന്ന് ഉറങ്ങിയെന്ന് കരുതുക. കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് കൈ എന്ത് ചെയ്യും? താഴേക്ക് തൂങ്ങിക്കിടക്കും. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ബെഞ്ചിന് വീതി ഇല്ലാത്തതുകൊണ്ട്. രണ്ടാമത്, നിങ്ങളുടെ കൈയിനാര് താഴേക്ക് പിടിച്ചു വലിച്ചു? ഭൂമി താഴേക്ക് പിടിച്ചു വലിച്ചു. അത് ശൂന്യാകാശം നിങ്ങൾ ഇങ്ങനത്തെ ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന കണ്ടാൽ നിങ്ങൾ രണ്ട് കൈയും താഴേക്ക് തൂങ്ങിക്കോ, മുകളിലേക്ക് പൊങ്ങിക്കോ എന്നല്ലേ ചോദ്യം. മുകളിലേക്ക് പൊങ്ങിക്കൂലേ? ഇപ്പോൾ വെള്ളത്തിലൊക്കെ പോയി മുങ്ങി മരിച്ചവരെ കരയിൽ കൊടുത്തിട്ടാണ് കൈ ഇങ്ങനെ പിടിച്ച് മരിച്ചെടുക്കണില്ലേ? ആ ശൂന്യാകാശത്ത് കിടന്നുകൊണ്ടാ പേടിയപ്പോൾ മരിച്ചെടുക്കണം പോലെ തോന്നുള്ളൂ. ഇനി ഒരാൾ പറയുകയാണ് എനിക്ക് ഇങ്ങനെ കിടന്നാലും ഉറക്കം വരില്ല, എനിക്ക് ഇരുട്ടുമുറിയിൽ പുതച്ചടക്കുന്ന പോലെ തന്നെ ഉറങ്ങണം. അതിനും സൗകര്യമുണ്ട്. ഒരു വാഹനത്തിന് ചുമരുമ്പോൾ ഒരുപാട് മേശയുടെ വലുപ്പങ്ങളുണ്ടാവും. ഇപ്പോൾ മോർച്ചറിയിലൊക്കെ ശവം സൂക്ഷിക്കുന്ന തരത്തിലുള്ള മേശയുടെ വലുപ്പം ഉറക്കുക, അതിനകത്ത് കയറി കിടക്കുക, മറ്റുള്ള മേശയുടെ വലുപ്പം കടച്ചു കൊടുക്കുക, അതിനകത്ത് നടന്ന് ഉറങ്ങിക്കൂടുക. ശ്വാസം മുട്ടുന്ന പ്രശ്നമേ ഇല്ല. മുഴുവൻ എന്ത് നിറച്ച് വെച്ചതാ? വായു നിറച്ച് വെച്ചപ്പോൾ ഉറങ്ങണമെങ്കിൽ ഇത്രയും പ്രയാസം. ഇനി ശൂന്യാകാശത്തിൽ കഴിഞ്ഞ ഒരാൾക്കായിട്ട് പാൻറ് ഒന്ന് മാറ്റിയിടണമെന്ന് തോന്നുകയാണ്. കാരണം എന്താ? 4-5 മാസം അല്ലെങ്കിൽ 10 മാസം തിരിച്ചുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സ് മാറിലൊക്കെ നിർബന്ധം അല്ലേ? ഭൂമിയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാല് നിലത്ത് വെച്ച് ഒരു കാല് പാൻറ്റിൻ്റെ കാലിനോട് കൂടെ ഇടാം. ശൂന്യാകാശാണെങ്കിൽ രണ്ടാമത്തെ കാലിയുടെ നിലത്തുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ പാൻറ്റിൽ ഏതായാലും പറ്റില്ല. പിന്നെ ഒരു മറിയുള്ളൂ, പാൻറ്റ് ഇങ്ങനെ പിടിച്ചോളാം, ഏതായാലും നിലത്ത് നിന്ന് ഇങ്ങനെ പൊങ്ങിക്കണം അല്ലേ? നിലം തൊടാതെ എങ്ങനെയും കയറ്റാൻ പറ്റിയും കയറ്റിക്കോളാം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം ഉറപ്പിച്ചോളിയും, സ്ത്രീകൾ ശൂന്യാകാശത്ത് പോയി സാരി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കരുത്, നടക്കൂല എന്ന് തന്നെ പറയാം. ഇനി പെൺകുട്ടികൾ ശൂന്യാകാശത്തിന് വേറെ കുഴപ്പം കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ വലിയ ഗൗരവത്തിൽ കൊണ്ടെടുക്കുന്ന സാധനം നിങ്ങൾ തലമുടി. ഈ മുടി താഴേക്ക് തൂങ്ങിക്കിടക്കാനുള്ള കാരണവും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. അങ്ങനെ ശൂന്യാകാശത്തിൽ കഴിഞ്ഞാൽ ഈ ഗുരുത്വാകർഷണ ബലങ്ങളിൽ മുടി എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് പൊങ്ങിയിട്ടില്ലേ? അതിന് ശൂന്യാകാശ യാത്രയുടെ സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെപ്പോലെ മുടി വെട്ടി ചെറുതാക്കിയിട്ട് പോവുക, എൻ്റെ അത്രയ്ക്ക് മുടിയാക്കിയിട്ട് പോവുക. ഇത് മുകളിലേക്ക് നിന്നാലും താഴേക്ക് നിന്നാലും തിരിച്ചറിയില്ലല്ലേ? ആ രസകരമായ ലോകമാണ് ഇവിടെ ശൂന്യാകാശം. പക്ഷെ പെൺകുട്ടികൾക്ക് ശൂന്യാകാശത്തെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു കളി ഉണ്ട് കേട്ടോ. ഈ കൊത്തക്കല്ല് കളിക്കുന്ന കളിയില്ലേ? ഒരു 5 കല്ല് നിലത്ത് വെക്കുക, ഒരു കല്ല് മുകളിലേക്ക് ഇടുക, ആ കല്ല് താഴേക്ക് വരുമ്പോൾ 5 കല്ലും ഭാര്യ എടുക്കുക, മുകളിലേക്ക് ഇട്ട കല്ല് പിടിക്കല്ലേ? ആ കളി ശൂന്യാകാശം കളിക്കാൻ നിലച്ചോക്കുക. ഈ 5 കല്ലും ഇടങ്ങി വെച്ചാൽ ഇടന്നോളും, താഴേക്കൊന്നും ചാടില്ല. മുകളിലേക്ക് ഇടാനുള്ള കല്ല് വെറുതെ മുകളിലേക്ക് ഇടുക, അത് കുറച്ച് മുകളിലേറ്റം പോയിട്ട് ഇടന്നോളും, താഴേക്ക് വരില്ല. ഇതിൽ നിന്ന് ഒരു കല്ലെടുക്കാം, ചായ എടുക്കാൻ പോവാം. രണ്ടാമത്തെ കല്ല് ചായടി കഴിഞ്ഞ്, മൂന്നാമത്തെ കുളിക്കാൻ പോകുമ്പോൾ, നാലാമത്തെ കുളി കഴിഞ്ഞ്, അഞ്ചാമത്തെ പിറ്റേന്ന് രാവിലെ ഒന്നെടുത്താലും മുകളിലേക്കിട്ട കല്ല് താഴേക്ക് ഒന്നുണ്ടാവില്ല. ആ രസകരമായ ലോകമാണ് ശൂന്യാകാശം. പക്ഷേ ഇത്രയും കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത 2 ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ ചെറിയ സൂചന തരാം. ഇവർ 4-5 മാസം നിൽക്കുന്നവരാണെങ്കിൽ 10 മനസ്സിൽ തിരിച്ചിരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ കുളിക്കാനും പോകല്ലോ. പച്ച മലയാളത്തിലുണ്ട് പറ. മൂത്രം ഒഴിക്കാണ്ടായപ്പോൾ എന്താ ചെയ്യാന്നല്ലേ? ബേജാറാവണ്ട. ഇവർ ധരിക്കുന്നൊരു കുപ്പായുണ്ട്. ആ കുപ്പായത്തെ പറ്റി ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയും. ആ കുപ്പായത്തിനകത്തൊരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്താണ് അവർ മൂത്രമൊഴിക്കുക. നിങ്ങളായി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആ ബാഗ് ഇന്നേ വരെ ഓരോറ്റ കുട്ടിക്കും ഒരു സ്കൂൾക്കും കൊണ്ടുപോകാൻ കൊടുക്കില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര ബേജാറ്? പിന്നെ അടുത്ത ദിവസം ഇവരിഷ്ടം പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്ക് ഇനി കക്കൂസ് പോകുന്നു. അടുത്ത ചോദ്യം തോന്നില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ മഹത്തായ സ്ഥാപനത്തെക്കുറിച്ച് ദിവസം 2-3 നേരം ഓർമ്മയുള്ള കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ആഹാര രൂപത്തിലാണ്. ഇറച്ചി, പത്തിരി, സാമ്പാർ, അവിയൽ, പപ്പടം, പായസം, ചെറുപയർ, പുട്ട്, പരിപ്പ്, കടല ഇത്യാദിയാണ് നമ്മുടെ ഭക്ഷണങ്ങളല്ലേ. പക്ഷേ ഇവരെ ആഹാരം ഇതൊന്നുമല്ല. ഇവരെ ആഹാരം ഗുളികയാണ്. ഗുളിക വായിലിൻ്റെ വെള്ളം കുടിച്ചോളാം. ആ ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിറ്റാമിൻ ഊർജ്ജമൊക്കെ എന്ന് കിട്ടിക്കോളും. പിന്നെ അവർക്ക് തീരെ വിശപ്പുണ്ടാവില്ല എന്ന് പറയാം. പിന്നെ ഇവിടെ കഴിക്കുന്ന ആഹാരം ഭക്ഷണ സാധനം പല്ലിയേക്കുന്ന പേസ്റ്റില്ലേ, ടൂത്ത് പേസ്റ്റിൻ്റെ രൂപത്തിൽ കുഴമ്പ് രൂപത്തിലാക്കി കൊണ്ടുപോകും. എന്നിട്ട് അത് കൊരുത്തുന്നോളാം. ഇത് രണ്ടും നിന്ന് കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷ ബലമില്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ ഉണ്ടാവില്ല എന്നാണ് സയൻസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ശൂന്യാകാശ യാത്ര നടത്തുന്ന ആളുകൾക്ക് അവർ ഭൂമിയിൽ ഏത് തരത്തിലുള്ള ആഹാരമാണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേ ആഹാരം അതേ രൂപത്തിൽ ശൂന്യാകാശം കൊണ്ടുപോയിട്ട് കഴിക്കാം. കാരണം ഇപ്പോഴത്തെ ശൂന്യാകാശ വാഹനങ്ങൾക്കകത്ത് അപ്പോൾ എന്തുണ്ടാക്കിയിട്ടുണ്ടാവും? കക്കൂസ് ഉണ്ടാവും തന്നെ അല്ലേ? എന്നാൽ ഭൂമിയിൽ നമ്മൾ കക്കൂസിൽ വെള്ളമാണ് ഉപയോഗിക്കുക. ശൂന്യാകാശം വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് പേപ്പറേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി അതെങ്ങനെയെന്ന് ആലോചിച്ച് ഇപ്പം നേരം കണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിച്ച് കുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ലോകം കടന്നിട്ട് വേണം അവർക്ക് എവിടെ എത്താൻ? ചന്ദ്രത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന യാതൊരു വാഹനവും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ശൂന്യാകാശത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നമ്മൾ റോക്കറ്റുകൾ എന്നാണ് പറയാം. എന്നാൽ മനുഷ്യനെ ചന്ദ്രനിറക്കാൻ വേണ്ടി തയ്യാറാക്കിയ റോക്കറ്റിന് പ്രത്യേക ഒരു പേര് പറയും, സാറ്റേൺ എന്ന് പറയും. 110 മീറ്ററാണ് സാറ്റേൺ എന്ന് പറഞ്ഞ റോക്കറ്റിൻ്റെ വലിപ്പം. അതായത് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള റോക്കറ്റാണ് ഏത്? സാറ്റേൺ. വലിപ്പം എത്രയാ? 110 മീറ്റർ. ദി മോസ്റ്റ് പവർഫുൾ റോക്കറ്റ് മാൻ എവർ ബിൽഡ് എന്ന് പറയാം. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള റോക്കറ്റാണ് സാറ്റേൺ. ഇതാണ് അവരന്ന് ഉപയോഗിച്ച സാറ്റേൺ എന്ന് പറഞ്ഞ റോക്കറ്റ്. റോക്കറ്റിൻ്റെ മൊത്തം വലുപ്പമാണ് 110 മീറ്റർ. ഇതിൽ ഈ റോക്കറ്റ് പെടുന്ന ഇത്രയും ഭാഗം ഏകദേശം ഈ 90 മീറ്ററോളം ഈ റോക്കറ്റിൻ്റെ എഞ്ചിനാണ് അല്ലെങ്കിൽ കത്തിത്തീരാനുള്ള ഭാഗമാണ്. അതായത് മുകളിലുള്ള ഈ ചെറിയ ഭാഗത്തെ കണ്ടോ, ചെറിയ ഭാഗത്തെ ഭൂമിയുടെ 461 കിലോമീറ്റർ ശൂന്യാകാശം എത്തിക്കാനാണ് ഇത്രയും വലിയ റോക്കറ്റ്. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് മേലോട്ട് പോകണമെങ്കിൽ
വളരെ വലിയൊരു ശക്തി തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം ശൂന്യാകാശത്തിൽ കഴിഞ്ഞാൽ ഇത്രയും ഭാഗം പിന്നെ ബാക്കിയുണ്ടാവും. എന്തുപറ്റി? കത്തിക്കാൻ വേർപെട്ടു പോയി. പിന്നെ ശൂന്യാകാശത്തുമ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ 2 വാഹനങ്ങൾ ഉണ്ടാവും. എത്ര വാഹനം? 2. ഇനി ആ 2 വാഹനങ്ങളുടെ ജോലിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വാഹനത്തിൻ്റെ ജോലി ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളൂ അല്ലേ? അത് ഒന്നാമത്തെ വാഹനത്തിൻ്റെ ജോലി ഇവിടെ നിന്നും അവരെ ചന്ദ്രൻ്റെ 16 കിലോമീറ്റർ മുകളിൽ വരെ എത്തിക്കുക. തീർന്നിട്ടില്ല. ആ വാഹനത്തിന് മറ്റൊരു ജോലി ഇവിടെ ഉണ്ട്. ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഈ 16 കിലോമീറ്റർ മുകളിൽ നിന്നും അവരെ തിരിച്ച് ഭൂമിയിൽ എത്തിക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ വാഹനത്തിൻ്റെ ജോലി. ഒന്നുകൂടെ പറയാം. ഇവിടെ നിന്നും അവർ ഇവിടെ എത്തിച്ചു. ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ 16 കിലോമീറ്റർ മുകളിൽ അവരെ തിരിച്ച് ഭൂമിയിൽ എത്തിച്ചു. അപ്പോൾ രണ്ടാമത്തെ വാഹനത്തിൻ്റെ ജോലി എന്ത്? വേഗം പറ. ഇവിടെ നിന്നും ചന്ദ്രനിൽ ഇറങ്ങുക പോരാ, ഒരു ജോലിയുടെ ബാക്കി ഉണ്ടാവും. തിരിച്ചവരെ 16 കിലോമീറ്റർ മുകളിൽ തിരിച്ചെത്തിക്കുക. അതിൻ്റെ ഒന്നാമത്തെ വാഹനത്തെ നമ്മൾ പേര് പറയും കമാൻഡ് മൊഡ്യൂൾ എന്നാണ് പറയാം. കമാൻഡ് മൊഡ്യൂൾ. ചന്ദ്രനിൽ ഇറങ്ങാനും തിരിച്ചു വങ്ങാനും ഉപയോഗിക്കുന്ന വാഹനത്തെ നമ്മൾ ലൂനാർ മൊഡ്യൂൾ എന്നും പറയും. അപ്പോൾ 2 വാഹനങ്ങളാണ്. ഒന്ന് കമാൻഡ് മൊഡ്യൂളും രണ്ടാമത്തെ വാഹനം ലൂനാർ മൊഡ്യൂളും. ഈ കമാൻഡ് മൊഡ്യൂളും ലൂനാർ മൊഡ്യൂളും കൂടിച്ചേർന്ന വാഹനത്തെ നമ്മൾ മറ്റൊരു പേരാ പറയാം. ആദ്യത്തെ 3 അക്ഷരം ഞാൻ ഇവിടെ എഴുതി ബാക്കി പറഞ്ഞോ. അപ്പോളോ. അപ്പോൾ അപ്പോളോ എന്ന് പറഞ്ഞാൽ എത്ര വാഹനം കൂടിച്ചേർന്നതാ? 2. ഏതെല്ലാം? കമാൻഡ് മൊഡ്യൂളും ലൂനാർ മൊഡ്യൂളും. ഇതാണ് അവരന്ന് ഉപയോഗിച്ച കമാൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന വാഹനം. ഇവിടുന്ന് അങ്ങോട്ട് പോകാനും തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരാനും ഉപയോഗിക്കുന്ന കമാൻഡ് മൊഡ്യൂൾ. ഇതാണ് ചന്ദ്രനിൽ ഇറങ്ങാനും തിരിച്ചു വങ്ങാനും ഉപയോഗിക്കുന്ന ലൂനാർ മൊഡ്യൂൾ. രണ്ടും കൂടി ചേർന്നാൽ എന്തായി? അപ്പോളോയായി. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് പേരാണ് ചന്ദ്രനിൽ ഇറങ്ങുന്നവർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആളുടെ ജോലി എന്ത്? ഏത് വാഹനത്തെ നിയന്ത്രിക്കുക? കമാൻഡ് മൊഡ്യൂളിനെയാണ് ലൂനാർ മൊഡ്യൂളിനെയാണ്? ആലോചിച്ച് ഉത്തരം പറയണം. കമാൻഡ് മൊഡ്യൂളിനെ. കാരണം എന്താ? ഈ 2 പേര് ലൂനാർ മൊഡ്യൂൾ കാരണം ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്ക് തിരിച്ചു വരാനുള്ള കമാൻഡ് മൊഡ്യൂൾ ഇവിടെ നിൽക്കുന്നുള്ളൂ. ആ തിരിച്ചു വരുന്നവരെ കമാൻഡ് മൊഡ്യൂൾ നിയന്ത്രിക്കുക എന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? മൂന്നാമത്തെ ആൾക്കുള്ളത്. തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ എത്ര പേര് വേണം? 2. നല്ല ടീം ഒപ്പം പോരാൻ പറ്റിയ സാധനങ്ങൾ തന്നെ. 3 ആൾ പോയിട്ട് 2 ആൾ പോരെ. എത്ര ആൾ തിരിച്ചു വരണം? 3. എന്നാൽ ഇന്നും പേരും പ്രശസ്തി ആർക്ക് മാത്രം? ഈ 2 പേർക്കല്ലേ. ഈ മൂന്നാമത്തെ ആളെ നമ്മളാരും മൈൻഡ് ചെയ്യാറേയില്ല. സത്യത്തിൽ ഈ കളിയുടെ ഗോളി അയാളാണ്. അയാൾ പോസ്റ്റിൽ നിന്ന് മാറുന്ന വരുന്ന പന്തൊക്കെ ഗോളാ. ഉദാഹരണമായിട്ട് ഇവർ 2 പേരും കൂടെ ഇറങ്ങിക്കുന്ന സമയത്ത് ഇയാൾക്ക് തോന്നുകയാണ് ഈ വാഹനമായിട്ട് ഞാൻ നാട്ടിൽ കണ്ടു പോകാൻ തോന്നിയാലോ. കഴിഞ്ഞു. ചന്ദ്രനിൽ ഇറങ്ങിയ 2 ആൾക്കാർ പിന്നെ കട്ട പുകയല്ലേ. കൊണ്ടുപോയ സാധനം തീർന്നോളൂ, പിന്നെ മരിച്ചങ്ങ് വീണോളും. ഇനി ചന്ദ്രനിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ ശരീരം ചീഞ്ഞൊന്നും പോവില്ല. കാരണം സൂക്ഷ്മജീവികളായ അമീബ, ബാക്ടീരിയ തുടങ്ങിയ ശരീരം ചീഞ്ഞളിയിപ്പിക്കുന്ന വിഘാടകരായ ജീവികളൊന്നോടല്ല. ഇപ്പം എന്ത് പറ്റും? സൂര്യൻ്റെ ചൂടിൽ ശരീരം ഉണങ്ങില്ല കാരക്കൻ്റെ മാതിരിയായിട്ടുണ്ടാവും. പിന്നെ സൗകര്യം പോലെ ആളെ പറഞ്ഞാൽ എടുത്തു കൊടുന്നേ ശേഷക്രിയകളൊക്കെ പിന്നെ നടത്തിയാൽ മതിയാവും കേട്ടോ. ഈ 2 പേര് ലൂനാർ മൊഡ്യൂൾക്കാർ ചന്ദ്രൻ ചെന്നിറങ്ങി. ആ മൂന്നാമത്തെ ആളുടെ ജോലി അവർക്ക് തിരിച്ചുള്ള വാഹനത്തോടെ നിയന്ത്രിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ 2 പേരും ചന്ദ്രനിൽ ഇറങ്ങി. ചന്ദ്രൻ ഒരുപാട് പരീക്ഷണ നിരീക്ഷണമൊക്കെ നടത്തി. എന്നിട്ട് ഇവർ ചന്ദ്രൻ ഒരുപാട് വിലപ്പെട്ട വസ്തുക്കൾ ശേഖരിക്കും. എന്തൊക്കെ ചന്ദ്രൻ വരുമ്പോൾ കൊണ്ടുവരറിയോ? CD പ്ലെയർ, കൺമഷി, ചുരിദാർ ബിറ്റ്, പാൻഡമിക്സ്, തൊപ്പി, പേന. ഇതൊന്നും പ്രതീക്ഷിക്കരുത് ഗൾഫിൽ പോയി വരുന്ന മാതിരി. എന്താ കൊണ്ടുവരിക? കല്ല്, മണ്ണ്, ചെറിയ പാറകഷ്ണങ്ങളെ. ഇത്ര ലൂനാർ മൊഡ്യൂളിനകത്ത് കയറ്റുന്നു. അവർ 2 പേര് ലൂനാർ മൊഡ്യൂളിനകത്ത് കയറുന്നു. ലൂനാർ മൊഡ്യൂൾ അവരെയും കൊണ്ട് നേരെ മുകളിലേക്ക് അങ്ങ് പൊങ്ങുന്നു. അത് 16 കിലോമീറ്റർ മുകളിൽ നമ്മൾ ഏത് വാഹനം ഉണ്ടാവും? കമാൻഡ് മൊഡ്യൂൾ അതിനകത്ത് ഒരാളും. അവിടെ വെച്ച് കമാൻഡ് മൊഡ്യൂളും ലൂനാർ മൊഡ്യൂളും പരസ്പരം ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. ഈ ലൂനാർ മൊഡ്യൂളിൽ 2 പേരും കമാൻഡ് മൊഡ്യൂളിനകത്തേക്ക് തിരിച്ചു കയറുന്നു. അവർ കൊണ്ടുവന്ന പാറയും മണ്ണും കമാൻഡ് മൊഡ്യൂളിനകത്തേക്ക് തിരിച്ചു കയറ്റുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ലൂനാർ മൊഡ്യൂളിന് ആവശ്യമുണ്ടോ? ഇല്ല. ഈ ലൂനാർ മൊഡ്യൂൾ അവർ അതിൽ നിന്ന് വേർപ്പെടുത്തും. അതിനെ ശൂന്യാകാശത്തങ്ങ് ഉപേക്ഷിക്കും. ആ 3 പേരും വീണ്ടും എവിടെ എത്തി? കമാൻഡ് മൊഡ്യൂളിലെത്തായി. പക്ഷെ അവർ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് കൊഞ്ചിയാൽ മതിയോ? പോരാ. പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കാണിക്കുന്ന നാട്ടിൽ മടങ്ങി പോരണം. അല്ലെങ്കിൽ കമാൻഡ് മൊഡ്യൂളിലെ പറകുള്ള റോക്കറ്റ് കത്തിച്ച ഒരു ഭൂമിയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ പാഞ്ഞു വരിക. പെട്ടെന്ന് ഭൂമിയുടെ 461 കിലോമീറ്റർ ഭൂമിയുടെ ഈ വായുവിലേക്ക് ഈ കമാൻഡ് മൊഡ്യൂൾ അങ്ങ് കിടക്കുന്നതോടുകൂടി ഈ കമാൻഡ് മൊഡ്യൂളിൻ്റെ വേഗത പെട്ടെന്ന് അങ്ങ് കുറയും. എന്തായിരിക്കും കാരണം? ഇതുവരെ യാതൊരു തടസ്സം കൂടാതെ കമാൻഡ് മൊഡ്യൂള് പെട്ടെന്ന് ഭൂമിയുടെ വായുവിലേക്ക് വരുമ്പോൾ വായുമായി ശക്തമായിട്ട് അങ്ങ് കൂട്ടി വരസാൻ തുടങ്ങും. അതുകൊണ്ട് ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്നാ പറയുക. അപ്പോൾ ഘർഷണം മൂലം അതിൻ്റെ വേഗത കുറയുക മാത്രമല്ല വായുമായി കൂട്ടിവരസി ഈ കമാൻഡ് മൊഡ്യൂളിൻ്റെ പുറത്ത് അതികഠിനമായ ചൂടാണ് ഈ സമയത്ത് ഉണ്ടാവുക. ആ ഭൂമിയുടെ വായുമണ്ഡലത്തോടെ ഈ കമാൻഡ് മൊഡ്യൂൾ വരുന്നത് കണ്ടാൽ ഒരു തീക്കൊള്ളി പാഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഭൂമിയുടെ 17 കിലോമീറ്റർ മുകളിലെത്തുന്നതോടുകൂടി ഈ കമാൻഡ് മൊഡ്യൂളിൻ്റെ പുറംഭാഗ്യമൊക്കെ അങ്ങ് തണുക്കും. തണുത്തു കഴിഞ്ഞാൽ ഈ കമാൻഡ് മൊഡ്യൂളിൻ്റെ മുകളിൽ 3 പാരച്യൂട്ട് അങ്ങനെ വരും. പാരച്യൂട്ട് പറഞ്ഞാൽ അറിയില്ലേ? വേഗത കൂട്ടാനോ കുറക്കാനോ? കുറക്കാൻ. അങ്ങനെ വേഗത കുറഞ്ഞ് ഈ കമാൻഡ് മൊഡ്യൂൾ കടലിൽ വെള്ളത്തിൽ വന്ന് ഡും എന്ന് പറഞ്ഞ് വെള്ളത്തിൽ വന്ന് അങ്ങ് വീഴും. എന്താ കരയിൽ വന്ന് വീണാൽ? പോക്കും വരോടെ തരും, പിന്നെ പോക്കൊന്നും ഉണ്ടാവില്ലേ? ഇതാണ് പാരച്യൂട്ട് എന്ന് പറഞ്ഞ് കമാൻഡ് മൊഡ്യൂൾ കടലിൽ വെള്ളത്തിൽ വന്ന് വീഴുന്നു. ഇതിനകത്ത് ഇപ്പോൾ എത്ര പേരുണ്ട്? 3. പോയപ്പോൾ ഈ റോക്കറ്റിൻ്റെ വലിപ്പം 110 മീറ്റർ. തിരിച്ചു വരുമ്പോൾ വെറും 6 മീറ്റർ മാത്രം വലിപ്പമുള്ള കമാൻഡ് മൊഡ്യൂൾ. ബാക്കി എന്ത് പറ്റി? കുറേ കത്തിക്കഴിഞ്ഞു, കുറേ ശൂന്യാകാശം ഉപേക്ഷിച്ച് തിരിച്ചു വന്നു. ഈ കമാൻഡ് മൊഡ്യൂൾ കടലിൽ വെള്ളത്തിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ
ഈ കമാൻഡ് മൊഡ്യൂൾ വെള്ളത്തിൽ താഴ്ന്നു പോകില്ല, വെള്ളത്തിന് മുകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കും. എന്തായിരിക്കും കാരണം? ഏയ് പാരച്യൂട്ട് അതിനൊപ്പം വെള്ളത്തിൽ നിന്ന് വീണ്ടും പൊങ്ങിക്കിടക്കണോ? ഇതിനകത്ത് 3 മനുഷ്യരുണ്ട്. അവർ ശ്വസിക്കാൻ വേണ്ടി വായു നിറച്ച് വെച്ചതാ. അവർ പന്ത് വെള്ളത്തിലിട്ട പോലെ കമാൻഡ് മൊഡ്യൂൾ വെള്ളത്തിന് മുകളിൽ അങ്ങനെ പൊങ്ങിക്കിടക്കും. ഇവരൊന്ന് വീണ സ്ഥലത്ത് ഇവരെയും കാത്ത ഒരു കപ്പൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും. കപ്പൽ 2 ഹെലികോപ്റ്ററുകളും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഇവരൊന്ന് വീണ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഇങ്ങനെ വരുന്നു. അതിൽ നിന്ന് 2 മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടും. ഈ മുങ്ങൽ വിദഗ്ധർ അറിയില്ലേ? ടി വിയിലൊക്കെ കണ്ണടയൊക്കെ വെച്ച് പുറത്ത് കുറ്റിയൊക്കെ വെച്ച് കാലുമ്പോൾ ചിറകൊക്കെ കെട്ടി വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു ജാതികളുണ്ട് അല്ലേ? അതാണ് മുങ്ങൽ വിദഗ്ധർ. അവരൊന്നും എന്ത് ചെയ്യും? ഈ കമാൻഡ് മൊഡ്യൂളിന് ചുറ്റും കാറ്റ് നിറച്ച വട്ടത്തിലൊരു ട്യൂബ് പോലൊരു സാധനം ഫിറ്റ് ചെയ്യും. ഇത് തിരമാലയിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ മറിയാതിരിക്കാൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവരിതിൻ്റെ വാതിൽ അങ്ങ് തുറക്കുന്നു. ഈ 3 പേരെയും ഈ ട്യൂബിലേക്ക് ഇറക്കി വെക്കുന്നു. ഇതാണ് കമാൻഡ് മൊഡ്യൂൾ കടലിൽ വെള്ളത്തിൽ ചുറ്റും ആ ട്യൂബുള്ള സാധനം ഫിറ്റ് ചെയ്ത് ആ 3 പേരെയും ആ ട്യൂബിനകത്തേക്ക് ഇറക്കി വെച്ചു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിലെ 2ാമത്തെ ഹെലികോപ്റ്റർ ഇങ്ങനെ വരുന്നു. ഈ ഹെലികോപ്റ്റർ ഒന്നിനെ കയറിങ്ങനെ ഇറക്കി കൊടുക്കും. ഈ കയറിൻ്റെ അറ്റത്ത് വലിയ കൊട്ട പോലൊരു സാധനം ഉണ്ടാവും. കയറിൻ്റെ അടുത്ത് കിട്ടിയ കൊട്ടാന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ എന്താ? കിണറ്റിൽ വീണ കോഴിനെടുക്കണ കൊട്ടയാണ് അല്ലേ? അതിൻ്റെ പരിഷ്കരിച്ച രൂപം എഴുതിക്കോ. ഈ കൊട്ടയിൽ ആദ്യ ഒരാളെ കയറ്റി, 2ാമനെ കയറ്റി, 3ാമനെ കയറ്റി. അങ്ങനെ 3 പേരെയും കൊണ്ട് ഹെലികോപ്റ്റർ കരയിൽ വന്നിറങ്ങി. ഇതാണ് കമാൻഡ് മൊഡ്യൂൾ കടലിൽ വെള്ളത്തിൽ. അത് കൊട്ടയെടുത്ത് ഹെലികോപ്റ്ററിനകത്തേക്ക് കയറ്റുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ കപ്പൽ. അപ്പോൾ 3 പേരും കരയിലെത്തി. അപ്പോഴും ആ മുങ്ങൽ വിദഗ്ധരായിട്ടും വന്ന ആദ്യത്തെ ഹെലികോപ്റ്റർ വീണ്ടും അവിടെ പറന്നടക്കുക. ഇവർക്ക് ഇനി വല്ല സഹായങ്ങൾ വേണോ നോക്കിക്കൊണ്ട് അവസാനം ആ ഹെലികോപ്റ്റർ വന്ന് ഈ കമാൻഡ് മൊഡ്യൂൾ കൊളുത്തി ഈ ഹെലികോപ്റ്ററും കമാൻഡ് മൊഡ്യൂൾ എടുത്ത് കരയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് കമാൻഡ് മൊഡ്യൂൾ വലിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നത് അതിനകത്താണ് ചന്ദ്രൻ തന്ന മസാല മുഴുവൻ, കല്ലും മണ്ണും പാറക്കല്ലേ. അപ്പോൾ കമാൻഡ് മൊഡ്യൂൾ കരയിലെത്തി. ഈ 3 പേരും കരയിലെത്തി. ഈ 3 പേരും കരയിലെത്തി കഴിഞ്ഞാൽ ഈ 3 പേരെയും വീട്ടിൽ പോവാൻ സമ്മതിക്കില്ല. ഈ 3 പേരെയും 21 ദിവസം ഒരു ചില്ലിൻ്റെ കൂട്ടിലിട്ട് വെക്കും. അങ്ങനെ ചാന്ദ്രയാത്രികരെ ആദ്യമായി ഇവർക്ക് രോഗങ്ങളോ പിടികൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇവർ 21 ദിവസം മാറ്റിപ്പറിക്കുക. അതിനാണ് നമ്മൾ ആദ്യമായിട്ട് ക്വാറന്റൈൻ എന്ന് പേര് കൊടുത്ത്. അപ്പോൾ ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്ക് ആദ്യമായി നമ്മൾ ഉപയോഗിച്ചത് അപ്പോളോ യാത്രയിലാണ്. അതിനായി 3 പേരെയും 21 ദിവസം ക്വാറന്റൈനിൽ മാറ്റിപ്പാർപ്പിക്കും. അപ്പോൾ അതുവരെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കില്ല. എന്തിലൂടെ മാത്രം? ഫോണിലൂടെ മാത്രം. എന്തിലൂടെ മാറ്റിപ്പാർപ്പിക്കുന്നത്? ഇവരൊരു അന്യ ലോകത്ത് പോയിട്ട് വരിക. മനുഷ്യൻ ഇന്നേ വരെ നടത്താത്തൊരു ഗോളാന്തര യാത്ര നടത്തി തിരിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ വെച്ചോ തിരിച്ചുവന്ന വഴിയിൽ വെച്ചോ അവർക്ക് വല്ല രോഗങ്ങളോ പകർച്ചവ്യാധികളോ പിടികൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ ഡോക്ടർമാരുടെ വൈദ്യപരിശോധനക്കാണ് വ്യത്യസ്തം മാറ്റിപ്പാർപ്പിക്കുന്നത് 21 ദിവസം. ആ 21 ദിവസം കഴിഞ്ഞെങ്കിൽ അവരെ വീട്ടിൽ പറഞ്ഞയക്കൂ. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളുണ്ട് എവിടെ പോയിട്ട് വരാൻ? ചന്ദ്രൻ പോയിട്ട് വരാൻ. നമ്മൾ ഇന്നേ വരെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ചോളം ചന്ദ്രൻ പോരാൻ വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണെന്ന് എഴുതിയല്ലേ? നമ്മൾ എഴുതി എന്താ? ഒരു റോക്ക് ഉണ്ടാക്കി വെക്കുക, എന്നാൽ റോഡ് സൈഡിൽ വെറുതെ ഇങ്ങനെ പോയിക്കുക. ആദ്യം കാണുന്ന 2 ആളുകളൊന്നും വരും, ഇതിനകത്തൊന്ന് കയറിയിരിക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് കത്തിച്ച് വിടാം. അപ്പോൾ സൂന്നറന്ന് മേലോട്ട് പോകും. അവിടെ എത്തിയാൽ ഞങ്ങളൊന്ന് വിവരം പറയും. എല്ലാ വിവരം വൈകുന്നേരങ്ങളെ പരിയിൽ പോയി ഞങ്ങൾ പറയാറുണ്ടെന്ന് യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണേ, ഇവരെന്നല്ല ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ ചന്ദ്രനിലേക്ക് പോകുന്നത്? ഭൂമിയിൽ നിന്ന് നേരെ ഇങ്ങനെ ചന്ദ്രനിലേക്ക് പോയിക്കൂടെ? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ വിക്ഷേപിച്ചു. അങ്ങനെ നേരെ മുകളിലേക്ക് വിക്ഷേപിച്ച് ഭൂമി എങ്ങനെ അറിയും ഇങ്ങനെ പോയത്? എന്തുകൊണ്ട് ചന്ദ്രയാൻ നേരെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ചന്ദ്രനിലേക്ക് പോയിക്കൂടെ എന്നാണ് ചോദ്യം. പോയിക്കോ, പോവാം. പക്ഷേ നിങ്ങൾ പോയി ഇവിടെ എത്തുമ്പോൾ ചന്ദ്രൻ അവിടെ ഉണ്ടാവില്ല. ചന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ചന്ദ്രൻ്റെ ജോലി ആരെ ചുറ്റല്ല? ഭൂമിയെ ചുറ്റല്ല. നിങ്ങൾ കാത്തുക്കലില്ല. അപ്പോൾ നിങ്ങൾ പോയി ഇവിടെ എത്തുമ്പോൾ ഉണ്ടടാ പറ്റിച്ചു, സാധനം പോയി. എന്നിട്ട് ഒപ്പമുള്ളവനെ കുറച്ച് ചീത്തയും പറയാം. ഇത് രാവിലെ നേരത്തെ എണീറ്റില്ല, ചായ അടിക്കാൻ വൈകി, ഡ്രസ്സ് ഇടാൻ വൈകി, ചീത്തറൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇവർ നേരെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാ പോവുക. അപ്പോഴേക്ക് ചന്ദ്രൻ വന്നു എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ വേണം ചന്ദ്രൻ ഇറങ്ങാൻ. അല്ലാതെ അടുത്ത വരവിനെ ഒരു അരമണിക്കൂർ നേരത്തെ വന്ന് എങ്ങനെ പിടിക്കാൻ നോക്കണിട്ടുണ്ടെന്ന് യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളുണ്ട് ഒരു ചാന്ദ്രയാത്രയ്ക്ക്. ഇനി ചന്ദ്രനിൽ ഇറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ചന്ദ്രനെ പറ്റി 1-2 കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയണം. ചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എന്തില്ല? വായുവില്ല. പോകുന്നൊരു ഓക്സിജനുമായിട്ട് അങ്ങ് പോയാൽ മതി. രണ്ടാമത് ചന്ദ്രൻ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ വക വെള്ളത്തിൻ്റെ പൈപ്പുകളൊന്നും പ്രതീക്ഷിക്കരുത്. വെള്ളം വേണം. ഹോട്ടലിൽ ചായപ്പൊടി ഉണ്ടാവുമോ? ഇല്ല, ഷാപ്പാടും വേണം. ഇനി ചന്ദ്രന് വായുവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് പകൽ സമയത്ത് ചന്ദ്രനിൽ എന്ത് കൂടുതലായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. പകൽ സമയം ചന്ദ്രൻ ചൂട് എത്രയെന്നറിയോ? 137 ഡിഗ്രി സെൽഷ്യസാണ്. വെള്ളം തിളക്കാൻ എത്ര മതി മക്കളെ? 100 ഡിഗ്രി. അപ്പോൾ തിളക്കുന്ന വെള്ളത്തിനേക്കാളും ചൂടാണ് പകൽ സമയത്ത് എവിടെ? ചന്ദ്രനിൽ. വിരുന്നേരം എന്നാൽ ചായ ഉണ്ടാക്കുക എളുപ്പമാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചായപ്പൊടി മനസ്സായിട്ട് വെയിലത്ത് കാണി വെച്ച് കൊടുത്താൽ മതി. ഗ്യാസ് ഇല്ലാതെ ചായ ഉണ്ടാക്കാം. ഇനി രാത്രി ചന്ദ്രൻ തണുപ്പത്രയെന്നറിയോ? -170 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലായി പറയാം. ഈ ഭൂമിയിൽ നമുക്കറിയാവുന്ന ഏറ്റവും തണുപ്പുള്ള വസ്തു ഏതാ? ഐസ്. ഐസിൻ്റെ ചൂട് എത്രയാ? 0 ഡിഗ്രി. 0 ചേർത്താൽ -1, അതും ചേർത്ത് -10, അതിലും ചേർത്ത് -100, അതിലും ചേർത്ത് -170. അപ്പോൾ രാത്രി തണുപ്പ് ഐസിൻ്റെ അത്രയേ ഉള്ളൂ. ഐസിന് അങ്ങേരത്തെ തണുപ്പിൻ്റെ അങ്ങനെ 170 പ്രാവശ്യം അത്രയും തണുപ്പാണ് രാത്രി ചന്ദ്രനിൽ. അപ്പോൾ ചന്ദ്രൻ പോകുന്നവർക്ക് എന്തെല്ലാം മുൻകരുതൽ വേണം?
137 ഡിഗ്രി ചൂടിന് തടുക്കണം, വേണ്ടേ? നെഗറ്റീവ് 170 പറഞ്ഞ ഘോരമായ തണുപ്പിനെയും പ്രതിരോധിക്കണം. എന്നാൽ ഇവർക്ക് 137 ഡിഗ്രി ചൂടിനെ മാത്രം പേടിച്ചാൽ മതി, നെഗറ്റീവ് 170 പറഞ്ഞ തണുപ്പിനെ തീരെ പേടിക്കേണ്ട. കാരണം ചന്ദ്രനിൽ 14 ദിവസം തുടർച്ചയായിട്ട് പകലും 14 ദിവസം തുടർച്ചയായിട്ട് രാത്രിയുമായിരിക്കും. അതായത് നേരം വെളുത്ത് കഴിഞ്ഞ് രാത്രി ആവണമെങ്കിൽ എത്ര ദിവസം കഴിയും? 14 ദിവസം കഴിയും. രാത്രിയായി കഴിഞ്ഞ് വീണ്ടും നേരം വെളുക്കണമെങ്കിലോ 14 ദിവസം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ്റെ ഒരു ദിവസം ഭൂമിയിൽ എത്ര ദിവസം? 28 ദിവസമാണ് ചന്ദ്രൻ്റെ ഒരു ദിവസം. അവിടെയൊക്കെ സ്കൂളിൽ പോകണ ഗതി വന്നാന്ന് ആലോചിച്ച് നോക്കാം. രാവിലെ ബാഗ് എടുത്തങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഗതി വരിക? 14 ദിവസം കഴിഞ്ഞില്ലേ? അവധിയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി? 14 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ രണ്ടാമത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നാമത്തെ പ്രയാസമല്ലേ? ഇവർക്കും അങ്ങനെ തന്നെ. അടി പോകുന്ന ഈ പകൽ സമയത്താണ്. അവർക്ക് 137 ഡിഗ്രി ചൂടിനെ മാത്രം പേടിച്ചാൽ മതി. അങ്ങനെ ഇവരെ ചൂടിൽ നിന്നും മറ്റും സംരക്ഷിക്കുന്ന സാധനമാണ് ഇവർ ധരിക്കുന്ന കുപ്പായം. ഈ കുപ്പായത്തെ നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് സ്യൂട്ട്. ബഹിരാകാശ യാത്രയുടെ കുപ്പായത്തിന് പറയുന്ന പേരാണ് സ്പേസ് സ്യൂട്ട്. ഇനി ഒരു ബഹിരാകാശ യാത്രന് ഈ സ്പേസ് സ്യൂട്ട് ധരിച്ച് പുറത്തൊരു പെട്ടി പോലുള്ള സാധനം വെക്കും. അത് നമ്മൾ ബാക്ക് പാക്ക് എന്നാണ് പറയാം. ഡോറാപൂജയിലെ ബാക്ക് പാക്ക് തന്നെ. അതിനകത്താണ് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാൻ വേണ്ട ഓക്സിജനും. ഇത്രയും ധരിച്ച് അയാൾ ഭൂമിയിൽ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരു എയർ കണ്ടീഷൻ ചെയ്ത റൂമിനകത്ത് നിൽക്കുന്ന പോലെ പിന്നെ ആൾക്ക് തോന്നുള്ളൂ. ഇനി അയാൾ നിങ്ങൾ കത്തുന്ന ഒരു തീകുണ്ടത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് നിർത്തിയാലോട് പറയും കുറച്ചും കൂടി പറക്കട്ടെ, ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. കാരണം 250 ഡിഗ്രി ചൂടിനെ വരെ തടുക്കാൻ ഈ കുപ്പായത്തിന് കഴിയും. ഇനി ഈ സ്പേസ് സൂട്ട് ധരിച്ചിരിക്കുന്ന ഒരാൾ നിങ്ങൾ തോക്കെടുത്ത് അങ്ങ് വെടിവെച്ചു എന്ന് കരുതുക. അപ്പോഴയാൾ ചോദിക്കും എന്താടാ അവർ പോകാം? കാരണം എന്താ? അത്രയും കഠിനമായ വസ്തു കൊണ്ടാണ് സ്പേസ് സൂട്ട് ഉണ്ടാക്കിയുള്ളത്. അതിന് സ്പേസ് സൂട്ടിൻ്റെ വില എത്രയെന്ന് അറിയാം? 18 ലക്ഷം രൂപയാണുള്ള കുപ്പായത്തിൻ്റെ വില. ഇനി ഇയാൾക്ക് ഈ കുപ്പായം ധരിക്കണമെങ്കിൽ 3 മണിക്കൂർ സമയം വേണം, 3 പേരുടെ സഹായവും വേണം. നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടി കല്യാണത്തിന് പുതിയണ്ണിന് ഒരുക്കാൻ അല്ലേ? 1.5 മണിക്കൂറിലെങ്കിൽ ഏത് പുതിയണ്ണും റെഡിയാ. എന്നാൽ ഒരു ബഹിരാകാശ യാത്ര സ്പേസ് സൂട്ട് ധരിക്കാൻ 3 മണിക്കൂർ സമയം, 3 പേരുടെ സഹായം, 18 ലക്ഷം രൂപ, വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉൾപ്പെടെ. ഇതാണ് അപ്പോളോ യാത്രികർ ഉപയോഗിച്ചിരുന്ന സ്പേസ് സ്യൂട്ട്. ധരിച്ചു കഴിഞ്ഞാൽ ആളൊരു കുട്ടപ്പനായി. ഇനി 11 മണിക്കൂർ നേരത്തേക്ക് പുറത്തുനിന്ന് യാതൊരു സഹായം കൂടാതെ ഇയാൾക്ക് ഇതിനകത്ത് ജീവിക്കാം. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വല്ല ടെക്സ്റ്റൈൽസും കയറി സ്പേസ് സൂട്ട് ഉണ്ടോ നോക്കട്ടെ കാണട്ടെ എന്നൊന്നും പറയണ്ട. ഇത് നമ്മുടെ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. കടക്കാരൻ ചോദിക്കും സുഖം ചിലപ്പെടുന്ന വരുന്നു നോക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ അതൊന്ന് വാങ്ങിയിട്ട് സ്കൂൾക്ക് പോരേണ്ടി, ടീച്ചർമാരേക്കും തല്ലിട്ട് പോയാൽ അതിനാവില്ല അല്ലേ? ഓക്കെ, വില എത്രയാ? 18 ലക്ഷം രൂപ. ഇനി ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഇത് ചന്ദ്രൻ പോയവരല്ല, ശൂന്യാകാശ യാത്ര അടുത്തൊരു ടീമിൻ്റെ ഫോട്ടോ കൊടുക്കുന്നതാണ് ഞാൻ. ഇതിൽ ഇവർക്ക് 2 പേർക്കും എന്തുകൊണ്ട് സ്പേസ് സൂട്ട് ഇവർക്ക് 2 പേർക്കും ഇല്ലാതെ? ഇവർ 2 പേരുമായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിന് ശൂന്യാകാശത്ത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ശൂന്യാകാശത്ത് പുറത്തിറങ്ങുന്നതിന് നമ്മൾ പേര് പറയും സ്പേസ് വാക്ക് എന്ന് പറയാം. എന്താ പറയുക? സ്പേസ് വാക്ക്. ഇനി ഈ ഒരു ചിത്രം ശ്രദ്ധിക്കാം. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ ഇവിടെ ഇരിക്കുന്നു. ഇവരൊക്കെ മുന്നിൽ ഓരോ ടെലിവിഷൻ സ്ക്രീനുകൾ. അപ്പോൾ ശൂന്യാകാശം ചന്ദ്രനിൽ വെച്ചുന്ന കാര്യങ്ങൾ ഇവർ ഭൂമിയിൽ നിന്ന് ടെലിവിഷനിലൂടെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ശൂന്യാകാശ യാത്രയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്ന സ്ഥലമാണിത്. ഇത് നമ്മൾ പേര് പറയും മിഷൻ കൺട്രോൾ സെൻറ്റർ. എന്താ പറയുക? മിഷൻ കൺട്രോൾ സെൻറ്റർ. ചുരുക്കിയിട്ട് എങ്ങനെ എഴുതും? MCC. അപ്പോൾ ശൂന്യാകാശ യാത്രയുടെ തലച്ചോറാണ് ഏത്? മിഷൻ കൺട്രോൾ സെൻറ്റർ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഏത് അപ്പോളോയിലെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് പറഞ്ഞേ? അപ്പോളോ 11. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വന്നു. എന്താ സംശയം? ഈ അപ്പോളോ 1 തൊട്ട് 11 ഉണ്ടല്ലോ, 10 വരെ എവിടെ? ബേജാറാവണ്ട. ഈ അപ്പോളോ 1 തൊട്ട് 10 വരെ നമ്മൾ ശൂന്യാകാശമൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അവയൊന്നും ചന്ദ്രൻ പോയിട്ട് ഇറങ്ങാനില്ല. അതിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങൾ നടത്തി. ഈ യാത്ര വളരെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള പരീക്ഷണങ്ങളാണ് അപ്പോളോ 1 തൊട്ട് 10 വരെ. അല്ല അതിന് 2 പേരെ കയറ്റി വെച്ചിട്ട് നിങ്ങളങ്ങ് പോയി നോക്കി എത്തി ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ വിധി അങ്ങനെ കണക്കൂട്ടി ഞങ്ങൾക്ക് സമാധാനിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പരീക്ഷണങ്ങളാണ് അപ്പോളോ 1 തൊട്ട് 10 വരെ. ഇതാണ് അപ്പോളോ 1 പരീക്ഷണങ്ങൾക്ക് വേണ്ടി പോയ 3 പേര്. പേര് ഞാൻ പറയാം, കേട്ടാൽ മതി, എഴുതണ്ട. ഇയാളുടെ പേര് എഡ്വേർഡ് വൈറ്റ്, ഗസ് ഗ്രിസം, റോജർ ചാഫെ. സാഹിബിൻ്റെ പേരാണ്, കേൾക്കുമ്പോൾ രസമുണ്ടാവും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് എഡ്വേർഡ് വൈറ്റ്, ഗസ് ഗ്രിസം, റോജർ ചാഫെ. കണ്ടെല്ലാവരും ഒരേപോലെ ഉണ്ട് അല്ലേ? അത് സാഹിബിന് മീശല്ലാത്തതുകൊണ്ട് തോന്നുകയാണ്. തുടർന്ന് പരീക്ഷണങ്ങൾക്ക് വേണ്ടി പോയി ഡോൺ ഐസ്ലി, വാൾട്ടർ ഷിറ, വാൾട്ടർ കണിങ്ഹാം. ഇതിവിടെ അപ്പോളോ ശൂന്യാകാശം അയക്കുന്നത്. ഇതാ റോക്കറ്റിന്റെ 3/4 ഭാഗം കത്തി വേർപെട്ട് പോകുന്നത്. ഇത് ഭൂമിയിൽ ചുഴലിക്കാറ്റുണ്ടാകുന്ന ശൂന്യാകാശത്തൊരു ഫോട്ടോ. തുടർന്ന് പരീക്ഷണങ്ങൾക്ക് വേണ്ടി പോയി ജിം ലോവൽ, ഫ്രാങ്ക് ബോർമാൻ, വില്യം ആൻഡ്രസ്. ഇതുവരെ ശൂന്യാകാശത്ത് ഭൂമിയുടെ മനോഹരമായ ചിത്രം നമ്മൾ രാത്രി ആരെ കാണുന്ന പോലെ? ചന്ദ്രനെ കാണുന്ന പോലെ. തുടർന്ന് പരീക്ഷണങ്ങൾക്ക് വേണ്ടി പോയി
ജെയിംസ് മക്ഡെവിറ്റ്, ഡേവിഡ് സ്കോട്ട്, റസ്റ്റി സ്കൈവിക്കാർട്ട്. ഇതുവരെ ശൂന്യാകാശത്തെ ചന്ദ്രൻ്റെ മനോഹരമായ ചിത്രം. നമ്മൾ രാത്രിയിൽ കാണുന്ന ചന്ദ്രൻ, രാത്രി നമ്മൾ ചന്ദ്രനിൽ ഒരുപാട് കറുത്ത അടയാളങ്ങൾ കാണാറുണ്ട് അല്ലേ? ആ ചന്ദ്രനിലെ വലിയ കുണ്ടുകുഴികളാണ്. നക്ഷത്രങ്ങളിൽ നിന്നും മറ്റൊക്കെ ഉൽക്കകൾ പൊട്ടിത്തെറിച്ച് വന്നുണ്ടാകുന്ന കുണ്ടുകുഴിയും. ആ കുണ്ടുകുഴികളിലും വെയിൽ എട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് കറുത്ത കളറായിട്ട് തോന്നുക. പക്ഷേ പണ്ടത്തെ ആളുകൾക്ക് ചന്ദ്രനിലേക്ക് കുണ്ടും കുഴിയും കണ്ടിട്ട് ചന്ദ്രനെ പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തോരോ ജീവികളുടെ രൂപങ്ങളായിട്ടാണ് കണക്കൂട്ടിയത്. കുറേ ആളുകൾക്ക് എന്തായിട്ട് തോന്നി? മൊയലായിട്ട് തോന്നി. ആമ, നെച്ചലി, ഉണ്ടലി, പെരിച്ചാഴി ഇങ്ങനെ വലുതായിട്ട് കണക്കൂട്ടിയല്ലേ? ചന്ദ്രനിലൊക്കെ പെരിച്ചാഴിയെ കൊണ്ടുപോയിട്ട് വെച്ചാലേ പിന്നെ പെരിച്ചാഴി ആവില്ല. കാരണം 137 ഡിഗ്രി ചൂടാ, അത് പൊരിച്ചാഴി ആയി പോകും കേട്ടാ. ആണ് ഇവരാണ് അവസാനമായി പരീക്ഷണങ്ങൾക്ക് വേണ്ടി പോയത്. അപ്പോളോ 10. ഇയാളുടെ പേര് യുജീൻ സർനാൻ, ജോൺ യങ്, തോമസ് സ്റ്റാഫേർഡ്. ഇതുവരെ ശൂന്യാകാശമെടുത്ത ഭൂമിയുടെ മനോഹരമായ ചിത്രം. നമ്മൾ വസിക്കുന്ന ഭൂമി, നീലക്കടൽ, വെള്ളമേഘം, ഈ തവിട്ട് കളർ കാണുന്നത് ആഫ്രിക്ക വൻകരയുടെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായി. ഇനി എന്ത് ചെയ്താൽ മതി? പോയിട്ടങ്ങ് ഇറങ്ങിയാൽ മതില്ലേ? അങ്ങനെ 1969 ജൂലൈ 17-ാം തീയതി അപ്പോളോ 11 3 പേരെയും കൊണ്ട് ഭൂമിയിൽ നിന്നും പുറപ്പെട്ടു. എങ്ങോട്ട്? ചന്ദ്രനിലേക്ക്. 1969 ജൂലൈ 21-ാം തീയതി അപ്പോളോ 11 ലൂനാർ മൊഡ്യൂൾ 2 പേരെയും കൊണ്ട് എവിടെ ചെന്നിറങ്ങി? ചന്ദ്രൻ ചെന്നിറങ്ങി. അങ്ങനെ ഭൂമിയിൽ ചന്ദ്രത്തിന് എത്ര ദിവസം വേണം? 4 ദിവസം വേണം. അങ്ങനെ പോകുന്നേ ഈ അപ്പോളോ 11 3 യാത്രക്കാരുടെയും പ്രായം 39 വയസ്സാണ്. ഇപ്പോൾ അവർ ചന്ദ്രൻ പോയി എത്ര വർഷം കഴിയുമ്പോൾ നേരത്തെ കണക്കൂട്ടി? 52 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അവർ ജീവിച്ചിട്ടുമ്പോൾ അവർക്ക് എത്ര വയസ്സായി? 91 വയസ്സാകുമായിരുന്നു. ഇതാണ് പോകുന്ന 3 പേരും. അതിൽ ആദ്യമായി ചന്ദ്രനിറങ്ങി 39 വയസ്സുകാരനായ നീൽ ആൽഡൻ ആംസ്ട്രോങ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി 39 വയസ്സുകാരനായ എഡ്വിൻ ബസ് ഓൾഡ്രിൻ. തിരിച്ചിടാനുള്ള വാഹനം തെളിച്ച് 39 വയസ്സുകാരനായ മൈക്കിൾ കോളിൻസ്. ഇതാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ഓൾഡ്രിൻ, മൈക്കിൾ കോളിൻസ്. ഇതിൽ ഏറ്റവും ഭാഗ്യവാനാരാ? നീല. കാരണം ആദ്യമായി ചന്ദ്രനോട് ഇയാൾ കിട്ടിയ പ്രശസ്തി ഒന്ന് ആലോചിക്കുക. ഈ ഭൂമിയും അതിൽ മനുഷ്യനും ആകാശത്ത് ചന്ദ്രൻ ഉണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നവരെ മനുഷ്യനെ ഓർമ്മിക്കുന്ന ഒരു പേരായിരിക്കും ആരുടേത്? നീൽ ആംസ്ട്രോങ്ങിൻ്റെ. ഇനി ഫോട്ടോ ശ്രദ്ധിക്കുക. ആ സ്പേസ് സൂട്ട് ധരിച്ച ഹെൽമെറ്റ് ധരിക്കുന്ന തൊട്ടും ആംസ്ട്രോങ്. അയാൾ സഹായിക്കാനുള്ള ഒരാളാണ്. ഈ തൊപ്പി പോലെ ധരിച്ചിരിക്കുന്നത് വാർത്താവിനിമയ സംവിധാനങ്ങളാണ്. ഇനി ഈ ഒരു ഫോട്ടോ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കൂടിയാണ് ഇത്. എഡ്വിൻ ആൾഡ്രിൻ ചന്ദ്രനിലേക്ക് ചിത്രമാണ്. അപ്പോൾ ആരെടുത്ത ഫോട്ടോ? നീൽ ആംസ്ട്രോങ് ഫോട്ടോ. അതേപോലെ ഇതും എഡ്വിൻ ആൾഡ്രിൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ചിത്രം. നീൽ ആംസ്ട്രോങ് എടുത്ത മറ്റൊരു ഫോട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 പേരും പോകുന്നവരുടെ പ്രായം 39 വയസ്സ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര വയസ്സായി? 91 വയസ്സായി. ആ 3-ൽ 2 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. 39 വയസ്സായ നീൽ ആംസ്ട്രോങ്, മരിക്കുന്ന തൊട്ടും 83 വയസ്സായ നീൽ ആംസ്ട്രോങ്. 39 വയസ്സായ എഡ്വിൻ ആൾഡ്രിൻ, 83 വയസ്സായ എഡ്വിൻ ആൾഡ്രിൻ. 39 വയസ്സായ മൈക്കിൾ കോളിൻസ്, 83 വയസ്സായ മൈക്കിൾ കോളിൻസ്. ആ 3-ൽ 2 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. ആരാ മരിച്ചുപോയത്? നീൽ ആംസ്ട്രോങ്. ഇത് പറഞ്ഞത് നന്നായില്ലേ? ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ മരിച്ചു പോവാതെ ആകെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ? ശരി. ഇനി എൻ്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആകപ്പാട് എത്ര മനുഷ്യർ ചന്ദ്രനിറങ്ങി നടന്നിട്ടുണ്ട്? 2 അല്ലേ? അതിന് മുമ്പ് ഒരാൾക്കൂടെ ചേർക്കേ. എത്ര പേര്? 12 പേര്. ഇതിൽ 8 പേരെ മരിച്ചു പോയിട്ടുള്ളൂ. ബാക്കി 4 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെയും കൊണ്ട് ലൂനാർ മൊഡ്യൂൾ എന്ന് പറയുന്ന വാഹനം എത്ര പ്രാവശ്യം ചന്ദ്രൻ പോയി ഇറങ്ങിയിട്ടുണ്ടാവും? 12 പേര് ചന്ദ്രൻ ഇറങ്ങി നടന്നു. 6 പ്രാവശ്യം. 6 ഒരേ സ്ഥലത്തല്ല. ചന്ദ്രൻ ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസമുള്ള വ്യത്യസ്ത സ്ഥലങ്ങളാണ്. അങ്ങനെ അപ്പോളോ 11 ശേഷം ചന്ദ്രൻ ഇറങ്ങി അപ്പോളോ 12. അത് ചന്ദ്രൻ ഒന്ന് ഇയാൾ പേര് ചാൾസ് പീറ്റ് കോൺറാഡ്. ഇങ്ങനെയുള്ള ഇറങ്ങണ്ടില്ലേനു അല്ലേ? അയാളെ കൂടെ ഇറങ്ങി അലൻ ബീൻ. തിരിച്ചിടാനുള്ള വാഹനം തെളിച്ചു റിച്ചാർഡ് ഗോർഡൻ. ഇതാണ് ചാൾസ് പീറ്റ് കോൺറാഡ്, അലൻ ബീൻ, റിച്ചാർഡ് ഗോർഡൻ. അപ്പോളോ 12. ഇത് ചാൾസ് കോൺറാഡ് ചന്ദ്രൻ നിൽക്കുന്ന ചിത്രം, അലൻ ബീൻ എടുത്തൊരു ഫോട്ടോ. അപ്പോളോ 12. അപ്പോളോ 12 ശേഷം ചന്ദ്രൻ ഇറങ്ങാൻ വേണ്ടി പോയി അപ്പോളോ 13. പക്ഷേ ഇവർക്ക് ചന്ദ്രൻ ഇറങ്ങാൻ പറ്റാതെ ഒരു അപകടം സംഭവിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഇവർ കൊണ്ടുപോയി ഒരു ഓക്സിജൻ്റെ ടാങ്ക് പൊട്ടിത്തെറിച്ച് ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ്റെ 3/4 ഭാഗവും ശൂന്യാകാശം ചോർന്നു പോയി. ആ ചന്ദ്രൻ ഇറങ്ങി തിരിച്ചു വരുന്നവരെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാകാമെന്ന് കരുതി ഇപ്പോൾ ചന്ദ്രൻ ഇറങ്ങാൻ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു. അത് ചന്ദ്രൻ ഇറങ്ങാൻ ഒന്ന് ഇയാൾ പേര് ജിം ലോവൽ. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രൻ ഇറങ്ങാണ്ടായിരുന്ന ഫ്രെഡ് ഹെയ്സ്. തിരിച്ചു വരാനുള്ള വാഹനം ധരിച്ചിരുന്ന ജാക്ക് സ്വൈഗാർട്ട്. പാവല്ലേ? ഇതാണ് ജിം ലോവൽ, ഫ്രെഡ് ഹെയ്സ്, ജാക്ക് സ്വൈഗാർട്ട്. ഇതൊരു പോകുന്നതിന് മുമ്പെടുത്ത ഫോട്ടോ ആണ്. അതത്ര ചിരി. കാരണം പോയി വന്നപ്പോൾ ഈ ചിരിയൊന്നും ഉണ്ടാവില്ലേ? ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്നതാണ്. ഇതവിടെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചൊരു ഫോട്ടോ അവരെടുത്ത് കൊണ്ടുവന്നാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പഠിക്കാൻ വേണ്ടി. അപ്പോളോ 13. അപ്പോളോ 13 ശേഷം ചന്ദ്രൻ ഇറങ്ങി അപ്പോളോ 14. അത് ചന്ദ്രൻ ഒന്ന് ഇയാൾ പേര് അലൻ ഷെപ്പേർഡ്.
അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി എഡ്ഗാർഡ് മിച്ചൽ. തിരിച്ചൊരാളുടെ വാഹനം തെളിച്ചു സ്റ്റുവർട്ട് റൂസ. മൂസല്ല റൂസ. ഇതാണ് അലൻ ഷെപ്പേർഡ്, എഡ്ഗാർഡ് മിച്ചൽ, സ്റ്റുവർട്ട് റൂസ. അപ്പോളോ 14. ഇത് അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ നിൽക്കുന്ന ചിത്രം, എഡ്ഗാർഡ് മിച്ചൽ എടുത്തൊരു ഫോട്ടോ. അപ്പോളോ 14. അപ്പോളോ 14 ശേഷം ചന്ദ്രനിറങ്ങി അപ്പോളോ 15. അത് ചന്ദ്രനിറങ്ങി വന്ന് ഇയാൾ പേര് ഡേവിഡ് സ്കോട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി ജെയിംസ് ഇർവിൻ. തിരിച്ചൊരാളുടെ വാഹനം തെളിച്ചു ആൽഫ്രഡ് വാർഡൻ. ഇതാണ് ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ, ആൽഫ്രഡ് വാർഡൻ. ഈ അപ്പോളോ 15 പ്രത്യേകത ഉണ്ട്. അപ്പോളോ 15 പ്രത്യേകത ഉണ്ട്. ഇവരാണ് ആദ്യമായി മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ചൊരു ജീപ്പ് ചന്ദ്രനിൽ കൊണ്ടുപോയിട്ട് ഓടിച്ചത്. ഈ ജീപ്പ് നമ്മൾ പറയുന്ന പേര് ലൂനാർ റോവർ. വില 88 ലക്ഷം രൂപ. ഇന്ധനം, ബാറ്ററി തിരിച്ച് ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരില്ല, ചന്ദ്രൻ ഉപയോഗിച്ചിട്ടാണ് തിരിച്ചു പോരുക. ലൂനാർ റോവർ. ഇതൊക്കെ അപ്പോളോ 15, അപ്പോളോ 15. നിങ്ങൾക്ക് കണ്ടിട്ടെല്ലാം ഒരേ മാതിരി തോന്നുന്നുണ്ട് അല്ലേ? ആ ചന്ദ്രനിൽ പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ഒന്നും അടയാളം വെക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോളോ 15 ശേഷം ചന്ദ്രനിറങ്ങി അപ്പോളോ 16. അത് ചന്ദ്രനിറങ്ങി ഒന്ന് ഇയാൾ പേര് ജോൺ യങ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി ചാർലി ഡ്യൂക്ക്. തിരിച്ചൊരാളുടെ വാഹനം ധരിച്ചു തോമസ് കെ മാറ്റിംഗ്ലി. ഇതാണ് ജോൺ യങ്, ചാർലി ഡ്യൂക്ക്, തോമസ് കെ മാറ്റിംഗ്ലി. ഇതിൽ ജോൺ യങ് എന്ന് പറഞ്ഞ ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇയാളാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ നേരം ഇറങ്ങി നടന്ന വ്യക്തി. 22 മണിക്കൂറാണ് ജോൺ യങ് ചന്ദ്രനിൽ ഇറങ്ങി നടന്നത്. അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കെ മറ്റു ലോകത്ത് ഏറ്റവും കൂടുതൽ നേരം വെൽസിയാണ് ആര്? ജോൺ യങ്. യവൻ പുലിയാണ് കേട്ടോ, ആ കൊടുത്തപ്പെട്ട ആളാട്ടോ. ഇവരും കൊണ്ടുപോയിരുന്നു ചന്ദ്രൻ ഓടിക്കാൻ വേണ്ടി ജീപ്പ്. കാരണം ആദ്യത്തെ ജീപ്പ് ഒരു ഉപയോഗിക്കില്ല, അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ആ ജീപ്പ് ഓടിച്ച് അവർ ഭൂമിയിൽ നിന്ന് പരിശീലനം നടത്തുമ്പോഴത്തെ ഫോട്ടോയാണ്. കാരണം ഇവിടെ നിന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു പോകണം, ചന്ദ്രൻ പോയി ഡ്രൈവിംഗ് അടിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. ഇതൊക്കെ അപ്പോളോ 16, അപ്പോളോ 16. അങ്ങനെ ഇവരാണ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോളോ 17, അപ്പോളോ 17. അത് ചന്ദ്രനിൽ വന്ന് ഇയാളെ പേര് യൂജീൻ സർനാൻ. അദ്ദേഹത്തിന് കൂടെ ചന്ദ്രനിൽ ഇറങ്ങി ഹാരിസൺ ജാക്ക് സ്മിത്ത്. തിരിച്ചൊരാളുടെ വാഹനം തെളിച്ചു റൊണാൾഡ് ഇവാൻസ്. ഇതാണ് യുജീൻ സർനാൻ, ഹാരിസൺ ജാക്ക് സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ്. ഇവരും കൊണ്ടുപോയിരുന്നു ചന്ദ്രനിൽ ഓടിക്കാൻ വേണ്ടി ഒരു ജീപ്പ്. അപ്പോൾ ചന്ദ്രനിൽ ഇപ്പോൾ എത്ര ജീപ്പ് എടുക്കുന്നുണ്ടാവും? 3 അല്ലേ? 2 കൂടെ ഉണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിരുന്നു, ഒരു 5 മുതലാവില്ല അല്ലേ? ഈ ജാക്ക് സ്മിത്ത് ചന്ദ്രനിൽ പാറയും മണ്ണൊക്കെ ശേഖരിക്കുന്നതാണ്. അവ ഈ പുറത്തുള്ള പെട്ടി ശ്രദ്ധിക്കുക. ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാൻ വേണ്ട ഓക്സിജനും. പിന്നെ കയ്യിലൊരു സാധനം കണ്ടില്ലേ? ആ ചന്ദ്രനിൽ പാറയും മണ്ണൊക്കെ കോരിയെടുക്കാനും അഥവാ വീണ് കഴിഞ്ഞാൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽക്കാനും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇനി ഞാൻ നിങ്ങളെ ചന്ദ്രൻ്റെ ഒരു മാപ്പ് കാണിക്കാം. ഭൂമിയെപ്പോലെ ചന്ദ്രൻ്റെ ഒരു മാപ്പ്. ഞാനും നിങ്ങളും രാത്രിയിൽ കാണുന്ന ചന്ദ്രൻ. ഇതിൽ നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങിയ 6 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോളോ 11 ഇറങ്ങി ഇവിടെ, അപ്പോളോ 12 ഇവിടെ, 13 ഇറങ്ങിയോ? ഇല്ല. 14 ഇവിടെ, 15 ഇവിടെ, 16 ഇവിടെ, 17 ഇവിടെ. ഈ ഓരോ സ്ഥലത്തും നമ്മൾ പേര് കൊടുത്തിട്ട് ഞാനെന്ന് പറയും, കേട്ടാൽ മതി, എഴുതണ്ട. അപ്പോളോ 11 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. അപ്പോളോ 12 ഓഷ്യൻ ഓഫ് സ്റ്റോംസ്. അപ്പോളോ 14 ഫ്രാമൗറ. അപ്പോളോ 15 ഹാഡിലി അപ്പനൈൻ. അപ്പോളോ 16 ഡേക്കാർഡ്സ്. അപ്പോളോ 17 ടോറസ് ലിട്രോ. നമുക്കിതൊക്കെ ഒരു ഒച്ച അല്ലേ? ഇപ്പം കേട്ടാൽ അത് പിന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇനി മനുഷ്യൻ 6 പ്രാവശ്യമായിട്ട് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന പാറയും മണ്ണും 382 കിലോയാണ്. അതായത് 2111 തരം പാറയും മണ്ണും. മൊത്തം തൂക്കം 382 കിലോ. അതിൽ 2 ഗ്രാം തൂക്കമുള്ളൊരു പാറയുടെ കഷ്ണം എനിക്ക് കാണാൻ വേണ്ടി നാസയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അയച്ചു തന്നിരുന്നു. 42 ദിവസത്തിന് കടമായിട്ടാണ് തന്നത്. 42 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തിരിച്ചയച്ചു കൊടുക്കേണ്ടി വന്നു. അവർക്ക് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. അത് ഞാൻ സീഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവസാനം സമയം ഉണ്ടെന്ന് കാണിക്കാം. അഥവാ ഞാനത് തിരിച്ചയച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഞാനതിൻ്റെ വില കൊടുത്താൽ മതി. എത്ര വില എന്നറിയോ? വളരെ കുറച്ചുള്ളൂ, 2,34,000 രൂപ. തൂക്കം എത്ര ഗ്രാമാ? 2 ഗ്രാം. 2 ഗ്രാം സ്വർണ്ണത്തിൽ ഇന്നത്തെ വില അനുസരിച്ച് 8,984 ഉറുപ്പിക എടുത്താന്നില്ലേ? അത് വേഗം തിരിച്ചയച്ചു കൊടുത്തു. അതിന് പറയാൻ നിങ്ങൾ ചന്ദ്രന് കൊണ്ടുവന്ന കുറച്ച് പാറയുടെ ചിത്രങ്ങൾ കാണിക്കാം. കുട്ടികൾക്ക് പത്രം മതി. ഇത് ഇത്ര വലുപ്പമാണ്. ഇത് വളരെ ചെറുതാ. ഇത് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് വലുതാക്കി ഫോട്ടോ എടുക്കുന്നതാണ്. ഈ വലുപ്പമുള്ള പാറ ഉണ്ടെങ്കിൽ ലൂനാർ മണ്ടിലൊന്നും മതിയാവില്ല മക്കളെ, ടിപ്പർ ലോറി ഇട്ടും വേണ്ടി വരും. വേറൊന്ന് കണ്ടല്ലോ, വെള്ളാരങ്കല്ല്, കരിങ്കല്ല്, അലുവാകഷ്ണന്മാരെയൊക്കെ തോന്നുന്നു നിവൃത്തില്ല എന്തോന്നുള്ളതിനെ. ഒരു കുട്ടീനോട് പറഞ്ഞു, മാഷെ ചേനയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് പപ്സായിട്ട് തോന്നി. നിൽക്കൊന്നും തോന്നണ്ട, ബ്രോസ്റ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടില്ലടാ. ഇതാണ് യഥാർത്ഥത്തിൽ ചന്ദ്രൻ്റെ മണ്ണിൻ്റെ നിറം. ഈ പാറയിൽ നിന്നുള്ളൊരു കഷ്ണമാണ് അന്ന് അവർ എനിക്ക് തന്നിരുന്നത്. അപ്പോളോ 16 കൊണ്ടുവന്ന ഈ പാറയിൽ നിന്നുള്ള ചെറിയൊരു കഷ്ണം. ഇനി
ഇവരുമായി ഇങ്ങനെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവരെ കഴിഞ്ഞ് ഞാൻ ഒരുപാട് വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന കുറേ വസ്തുക്കളുണ്ട്. അത് ഞാൻ 2-3 കൊണ്ടൊന്ന് കാണിക്കാം. അതിലൊന്നിത്, ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ ഒപ്പിട്ട് എനിക്ക് അയച്ചെന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്, നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഒരു ഓട്ടോഗ്രാഫ്. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിൽ ഇറങ്ങിയ എഡ്വിൻ ആൾഡ്രിൻ, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. തിരിച്ചൊരാളെ വാൻ ധരിച്ച മൈക്കൽ കോളിൻസ്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് അപ്പോളോ 14 ചന്ദ്രനിൽ ഇറങ്ങിയ എഡ്ഗാർഡ് മിച്ചൽ, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ യുജീൻ സർനാൻ, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിൽ ഇറങ്ങിയ ഹാരിസൺ ജാക്ക് സ്മിത്ത്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് കൽപ്പനകളൊക്കെ ശേഷം ഇപ്പോൾ ബഹിരാകാശ് പോയിരുന്ന ഇന്ത്യൻ വംശജ സുനി വില്യംസിൻ്റെ കയ്യൊപ്പ്. എന്നാൽ ഈ കൂടുതൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ഈ ഒരു കയ്യൊപ്പാണ്. അബ്ദുൽ ഗഫൂർ KVM, ബെസ്റ്റ് റിഗാർഡ്സ്, ജോൺ യങ്. ആരാ ജോൺ യങ്? ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ നേരം ഇറങ്ങി നടന്ന വ്യക്തി. ഇനി ഫോട്ടോ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ചാന്ദ്രയാൻ, അതിന് പിന്നിൽ പൊളിച്ച പ്രസിദ്ധ ശാസ്ത്രങ്ങളുടെ കയ്യൊപ്പുകളാണ്. മൈൽസമ്യ അണ്ണാദുരൈ, ഡോക്ടർ ജി മാധവൻ നായർ, ഡോക്ടർ രാധാകൃഷ്ണൻ, BN സുരേഷ്, PJ ഭട്ട്, അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തുടങ്ങിയവരുടെ കയ്യൊപ്പുകളാണ്. ഇനി ഈ ഒരു ഫോട്ടോ നിങ്ങൾ അടുത്ത കാലത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. കൊളംബിയ, ആ മരിച്ച 7 പേര്, ആരുൾപ്പെടെ, കൽപ്പനയാൾ ഉൾപ്പെടെ. ഇതും വളരെ വെളിപ്പുള്ളൊരു ഫോട്ടോ ആണ്. അത് പോകുന്നതിനും വായിച്ചെന്നാണ്. ആ 7 പേര് അവരുടെ ഫോട്ടോയുടെ മുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഒപ്പിന് കിട്ടുമോ? എന്തു പറ്റി? മരിച്ചു പോയില്ലേ? ഇനി ആ മരിച്ച 7 പേരുടെ ഫോട്ടോ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അത് മരിച്ചു വന്ന ഇയാൾ റിഗ് ഹസ്ബൻഡ്, മൈക്കിൾ ആൻഡേഴ്സൺ, ഡേവിഡ് ബ്രൗൺ, വില്യം മക്കൂൾ, ഇലിയൻ റാമൺ, ലോറൽ ബ്ലാർ ക്ലാർക്ക്. ധാരാ കൽപ്പന ചൗള. കൽപ്പനയ്ക്ക് മുമ്പ് ബഹിരാകാശ യാത്ര ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. മൂപ്പര് പോയത് റഷ്യയുടെ കൂടെ, ചൗള പോയത് അമേരിക്കയുടെ കൂടെ. ഇപ്പം മനുഷ്യനെ ശൂന്യാകാശം കേൾക്കാൻ വേണ്ടി നാസ ഉപയോഗിക്കുന്ന വാഹനമാണ് സ്പേസ് ഷട്ടിൽ. ഈ വിമാനം പോലുള്ള ഭാഗമാണ് സ്പേസ് ഷട്ടിൽ. പ്രത്യേകത, 7 പേർക്ക് യാത്ര ചെയ്യാം. മാത്രമല്ല സ്പേസ് ഷട്ടിൽ എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്ന പോലെ തിരിച്ചു വന്ന് ഇറങ്ങുകയും ചെയ്യും. അത് സ്പേസ് ഷട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞങ്ങൾ കുറച്ചുകൂടി ചിത്രം കാണിക്കാം. യെസ്, ഇത് നമ്മൾ സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളിച്ചേട്ടോ, ശനി, ഞായറും പ്രതീക്ഷിക്കരുത്, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതാണ് പുറത്താക്കിയ പ്ലൂട്ടോ. ഇന്ത്യയിലെ ഗംഗാനദി എന്ന് കേട്ടില്ലേ? ഗംഗാനദി ശൂന്യാകാശ ഫോട്ടോ എടുത്താൽ ഈ രൂപത്തിലാണ് കാണുക. ഗംഗയുടെ കടുവകളായിട്ട് ഗംഗയുടെ ഉത്ഭവസ്ഥാനം റിവർ ഗംഗസ്. എൻ്റെ മലപ്പുറം ജില്ലയുടെ ശൂന്യാകാശ ഫോട്ടോ എടുത്താൽ ഈ രൂപത്തിലാണ് കാണുക. നാസ എനിക്ക് അയച്ചെന്ന മലപ്പുറം ജില്ലയുടെ ഉപഗ്രഹ ചിത്രം. ഇത് മലപ്പുറം ജില്ലയുടെ കടൽ തീരം, പൊന്നാനി, താന്നൂർ, കടലുണ്ടി, പരപ്പനങ്ങാടി കടൽ തീരം. ഇത് കടല്, ഇത് കരഭാഗം. ഇതിനു വേണ്ടി ഒരു ഉപയോഗിച്ച ഉപഗ്രഹമാണ് ഇത്, ലാൻഡ് സാറ്റ് 7 എന്ന് പറയുന്ന ഈ ഉപഗ്രഹം. ഈ ഉപഗ്രഹം ഉപയോഗിച്ചിട്ടാണ് ലോകത്തിൻ്റെ മുക്കും മൂലയുള്ള ഏതൊരു ചെറിയ സ്ഥലം പോലും ഇവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് 1-2 ചെറിയ വീഡിയോകൾ കാണാം. നമ്മൾ കാണുന്ന വീഡിയോ ഒന്ന് ശൂന്യാകാശ പോയിട്ട് ഈ വാഹനത്തിനകത്തുനിന്നുള്ള കുറച്ച് തമാശകൾ, പിന്നെ ഒരു ചന്ദ്രനിൽ നടക്കുന്ന ചെറിയൊരു ഭാഗം, പിന്നെ ചന്ദ്രന് കൊണ്ടുവന്ന കല്ലിൻ്റെ കഷ്ടം ഒന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, 7 പേർക്ക് യാത്ര ചെയ്യാം. ആ സ്പേസ് ഷട്ടിലിനെ ശൂന്യാകാശം എത്തിക്കാനാണ് ആ സൈഡിൽ 2 റോക്കറ്റുകൾ. അപ്പോൾ സ്പേസ് ഷട്ടിൽ ശൂന്യാകാശത്തോടുകൂടി ആ റോക്കറ്റ് പുറപ്പെടും. പിന്നെ അതിനകത്തുള്ള തമാശകളാണ് നമ്മൾ കാണുന്നത്. ഗുരുത്വാകർഷണ ബലമില്ലെങ്കിൽ പറക്കാൻ പറ്റുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടി അത് തേനീച്ചക്ക് കൊടുക്കുകയാണ്. ഈച്ചകൾ എങ്ങനെ നിൽക്കുന്നു നോക്കുക. എല്ലാ ഈച്ചകളും കൂട്ടം കൂടി നിൽക്കുക. അതിനൊരൊറ്റ ഈച്ച പോലും പറക്കുന്നില്ല. എനിക്കും നിങ്ങൾക്കും ഭൂമിയിൽ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു പരീക്ഷണം.
വലിയൊരു വെള്ളത്തുള്ളിയെ 2 കഷ്ണമാക്കുക, എന്നിട്ടൊരു കഷ്ണത്തിനകത്തൊരു മത്സ്യത്തെ വെക്കുന്ന പരീക്ഷണം ഭൂമിയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത. ശ്രദ്ധിക്കുക. ഇതാണ് വെള്ളത്തുള്ളി. അതിന് നൂലോണ്ടിങ്ങ് തിരിച്ചു കൊടുക്കുക. ഇനി അത് നീണ്ട് 2 കഷ്ണമാവും. കഷ്ണമായി. ഇനി ആ കഷ്ണത്തിനകത്തൊരു മത്സ്യത്തെ വെക്കുകയാണ്. പറക്കുന്ന അക്കോറിയം. നമ്മളൊക്കെ അക്കോറിയം മേശപ്പുറത്ത് വെക്കല്ലേ, ഇതവിടെ പറന്ന് നടന്നോളൂ. യെസ്. അടുത്തൊരു എക്സസൈസാണ്. 2 ആളെ പുറത്ത് വെച്ച് ഇയാൾ ഒരു കൈ കൊണ്ട് ചെയ്യും, ഒറ്റ കൈ കൊണ്ട്. ഇയാൾ 2 കൈയിലായി ചെയ്യും. നമ്മളെങ്ങാൻ 2 കൈയിലായി ചെയ്താൽ പല ഡോക്ടറെ ഫോൺ നമ്പർ തരേണ്ടി വരും അല്ലേ? ഇനി അടുത്തൊരു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഇയാൾ 500 കിലോയാണ് പൊക്കുന്നത്. ഭൂമിയിൽ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് 500 കിലോ പൊക്കാൻ പറ്റില്ല. ഇയാൾ വളരെ കഷ്ടപ്പെട്ട് 500 കിലോ പൊക്കി. 500 കിലോ പൊക്കിയിട്ട് ആ പാകത്തിന് എന്ത് പറ്റുമോ? എത്ര ഭാരമുള്ള വസ്തുക്കൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. കുട്ടികളുടെ സ്കൂൾക്ക് സ്ലേറ്റ് കൊണ്ടുവന്ന പണിയേ ഉള്ളൂ. കിടന്നുറങ്ങുന്ന ഒരാൾ വിളിച്ചു കൊടുത്താൽ വേണ്ടി വരിക. നമ്മളറിയാം മേശയുടെ വൽപ്പല് ബാഗിലൊക്കെ ഉറങ്ങൽ എന്ന് പറഞ്ഞല്ലേ. നീ ഇവിടെ ഉറങ്ങൽ ശ്രദ്ധിച്ചോ? ഓക്കെ ഓക്കെ അന്നോട്ടെ. ഇതിന് സൗണ്ട് വേണ്ട, ഞാൻ പറയാതെ കുറച്ച് വേണമല്ലേ. അടുത്ത ഫയലിന് ഒരു സൗണ്ട്. ഉറങ്ങാനുള്ള പ്രയാസം ബാഗിനകത്ത് അല്ല മേശയുടെ വൽപ്പിനകത്ത് കയറിയിട്ടാണ് ഉറങ്ങുന്നത്. നമുക്ക് ചിരിച്ചാൽ അതിൻ്റെ ഇടങ്ങേറ് പയാക്കേ അറിയുള്ളൂ. നമ്മൾ നടന്നു പോലും ഉറങ്ങൂല്ലേ? ഇനി സാധനം ഇവിടെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറന്നറിഞ്ഞ് ശല്യം ഉണ്ടാക്കും. അപ്പോൾ ആ ഷർട്ടാൾ പുറകെ തന്നെ വരിക. പിന്നെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അദ്ദേഹം പിടിച്ച് തിരിക്കുക കപ്പാടെന്നുള്ള. പിന്നെ യാതൊരു കുഴപ്പമുണ്ടാക്കും. ഇത് തമാശയാണെങ്കിൽ മുടി വാരാൻ വേണ്ടി ചീർപ്പെടുത്തു. പിന്നെ എനിക്ക് ഓർമ്മ നല്ല കഷണ്ടിയാണ്, മുടിയില്ല. അപ്പോൾ ചീർപ്പ് എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ആവശ്യമില്ലാത്ത സാധനം ശൂന്യാസ് വലിച്ചെറിട്ടെ, യാതൊരു കുഴപ്പമില്ല. ഇനി 2 പേര് ഭക്ഷണം കഴിക്കുന്നു. ഒരാൾ തല കുത്തനെന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരാൾ നേരെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെ തല കുത്തനെന്നാലും നേരെ എന്നാലും ഒരേപോലെയാണ്, യാതൊരു പ്രയാസവും ഇല്ല എന്ന് പറയുന്നു. പിന്നെ മുകളിൽ പാത്രം കണ്ടില്ലേ, അതിനകത്താണ് കുടിക്കാനുള്ള വെള്ളം. അതിന് വെള്ളം എടുത്ത് സൗകര്യം പോലെ കുടിച്ചാൽ മതി. വെള്ളമാണ് അതിനകത്ത്. ഇതിനടുത്ത് കസേര ഇല്ലാവുന്ന വട്ടത്തിൽ തിരിയാണ് ഇയാൾ. ഇത് ഭൂമിയിൽ നമുക്ക് 2 സ്ഥലത്ത് ചെയ്യാം. ഒന്നുകിൽ പുഴയിൽ പോയി വെള്ളത്തിൽ ചെയ്യാം. രണ്ടാമത് ആൺകുട്ടികളാണെങ്കിൽ ബാർബർ ഷോപ്പിൽ മുടിയെട്ടാൻ പോയാൽ കസേരയിലൊന്നും തിരിയല്ലേ. ഇയാൾക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾ കസേരയില്ലാതെ ഇരിക്കുന്നു നോക്കാം. ഹായ്. ഇത് 2 പേനകളാണ്, പക്ഷെ 2 കാന്തമാണ്. 2 കാന്തങ്ങൾ പരസ്പരം അങ്ങ് ആകർഷിച്ച് ഒട്ടിയാൽ എന്താ പറ്റുമോ ചോദിക്കുക? ഒട്ടി അതൻ തിരിയും. എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തിരിഞ്ഞുകൊണ്ടേ നിൽക്കും. ഇനി പിടിച്ചു നിർത്തിയാലേ നിൽക്കുള്ളൂ. കാരണം ശൂന്യാകാശത്ത് ഘർഷണ ഫലമില്ല, ഫ്രിക്ഷനില്ല. പേപ്പർ പ്ലെയിൻ, കടലാസ് പക്ഷി വിമാനം നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ? ഇനി അടുത്ത തമാശയാണ്. 2 പേര് ശൂന്യാകാശത്ത് പോയി അടിപിടി കൂടിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാനാണ്. 2 പേര് അടിപിടി കൂടുന്ന ചീർപ്പിന് വേണ്ടി. കാരണം 2 പേരും കഷണ്ടിയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് അടി കൂടുക, അതന്നെ എൻ്റെ തമാശ. നമുക്ക് സ്ഥിരം ചെയ്യുന്ന പരിപാടി. താഴേക്ക് വീഴുന്ന പേടിയെ പേടിക്കണം. എത്ര നേരം വേണമെങ്കിലും തല്ല. ഇനി ഭൂമിയിൽ നിന്ന് മിഷൻ കൺട്രോൾ സെൻ്ററിനവർക്ക് ഒരുപാട് നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത നിർദ്ദേശം അടങ്ങിയ വലിയൊരു കടലാസ് ഇയാൾ വായിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ആ കടലാസ് നമ്മൾ പേര് പറയും ടെലി പ്രിൻ്റർ മെസ്സേജ് എന്ന് പറയാം. ശൂന്യാകാശ യാത്ര കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ടെലി പ്രിൻ്റർ മെസ്സേജ്. അത് വായിക്കാൻ വേണ്ടി എടുക്കുകയാണ്.
നമ്മൾ പരീക്ഷ കൂടി അത്രയൊന്നും വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഒരാൾക്ക് ഒറ്റക്കുള്ളതല്ല, 7 പേർക്കുള്ള നിർദ്ദേശങ്ങളാട്ടോ അത് വായിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇനി ഒരു വാല് പോലെ ആളെ പുറകെ അങ്ങനെ പോയിക്കോളും. ഓക്കെ, അടുത്തൊരു എക്സർസൈസ് ആണ്, ശ്രദ്ധിക്കുക. 1 2 3. ഇനി 4 എന്ത് പറ്റിയേക്കുക? 4. ഇനി ഇയാൾ പറയാം എനിക്ക് ഭയങ്കര ശക്തിയാണ്, ഞാൻ ഇരുമ്പിൻ്റെ പെട്ടിയൊക്കെ ഒരു വിരലുകൊണ്ട് പൊക്കുന്നു. അയാൾ വിരലെടുത്താലോ പെട്ടി എടുത്ത് നടക്കും. കാരണം എല്ലാ വസ്തുക്കളുടെയും ഭാരം 0, ആർക്ക് വേണമെങ്കിലും പൊക്കാം. വേണ്ട. ഇനി അവിടെ ഒരു പാൻറ് ഒന്ന് മാറ്റണം ശ്രദ്ധിച്ചോ. പാൻറ് ഇങ്ങനെ പിടിച്ചോളോ, ചാടിക്കോളോ, കാലിട്ടോളോ, കെട്ടിയോളോ. സാരി എടുക്കാൻ പറ്റില്ല, ചുരിദാർ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടാൽ കുതിരളിക്കാൻ വേണ്ടി പോയ മാതിരിണ്ടല്ലേ? പുഷ് വീണ്ടും ആദ്യം 2 കൈ ഉപയോഗിച്ച് പിന്നെ 1 കൈ കൊണ്ട് പിന്നെ 2 കൈയും ഇല്ലാതെ. ഇനി 1 കൈ കൊണ്ട്, ഇനി 2 കൈയും ഇല്ലാതെ. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, അവിടുന്ന് ഇങ്ങോട്ട് ചാടുക. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കണം. അപ്പോൾ മടിയുള്ള പ്ലേറ്റ് ശ്രദ്ധിക്കുക. അത് കാലിൻ്റെ തുടയിൽ ബെൽറ്റ് ഇട്ട് കെട്ടലാണ്. പിന്നെ പ്ലേറ്റിനകത്ത് ഓരോ കുഴി ഉണ്ടില്ലേ, ആ കുഴിക്കകത്തേക്ക് ആ ഭക്ഷണത്തിൻ്റെ പാക്കറ്റുകൾ ഇങ്ങനെ അമർത്തി വെക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഇത് പറ്റും, ചോറുന്നാൻ നേരത്ത് കൂട്ടാൻ കാണാണ്ടാവില്ല. പിന്നെ ഇവർ എപ്പോഴും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. ഇനി അവസാനത്തെ തീറ്റയാണ് ഇങ്ങനെ ആയിക്കോട്ടെ എഴുതിയിട്ട് തന്നെ. കാരണം രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ്. വന്നാൽ ഒന്നും അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത സ്ത്രീകൾ ശൂന്യാസവരുടെ മുടി എങ്ങനെ ഉണ്ടാവുന്ന കാണിക്കാനാണ്. ഈ പാത്തുവിന് കുറച്ച് മുടിയുള്ളൂ, എന്നാലും മുടി എങ്ങനെ നിൽക്കണോ ചോദിക്കുക. നിന്നുറങ്ങാം, കിടന്നുറങ്ങുന്ന കൈ എങ്ങനെ നിൽക്കണം ശ്രദ്ധിക്കാം. മോർച്ചറിയിലൊക്കെ ആക്സിഡന്റ് കഴിഞ്ഞ് കിടത്തിയ മാറിയിട്ടുണ്ടല്ലോ കൂടി അല്ലേ, പാവം. സ്പൂണോടെ വെക്കുക, വായിട്ടും ചെല്ലാം. നിങ്ങളൊക്കെ ശൂന്യാസം മുടി ഇങ്ങനെ കാരണം കൂടുതൽ മുടിയുള്ളതുകൊണ്ട് പിന്നെ അതിനൊരു പണിയാവും. അതുകൊണ്ട് മുടി വെട്ടി ചെറുതാക്കി പോകാനുള്ള തീരുമാനത്തിലെത്തിയത്. അവിടെ അലമാരിന്ന് വേണ്ട എന്ത് സാധനം ഇവിടെ വെച്ചാൽ അവിടെ നിന്നോളും. അപ്പോൾ അയാൾ ഭക്ഷണത്തിനകത്ത് കുരുമുളക് ഉപ്പും ചേർക്കുന്നതാണ്. ചേർത്ത് കഴിഞ്ഞാൽ കുപ്പികൾ അവിടെ തന്നെ വെച്ചാൽ മതി, അവിടെ നിന്നോളും. ഓക്കെ, ഉറങ്ങാൻ വേണ്ടി മേശയുടെ വലുപ്പിനകത്ത് കയറി വാതിലടിച്ചു. ഇനി ഇവർക്ക് എക്സർസൈസ് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവസവും 2 മണിക്കൂർ നേരമെങ്കിലും എക്സർസൈസ് ചെയ്യണമെങ്കിൽ എല്ലിൻ്റെയും മസിലിൻ്റെയൊക്കെ ബലം നിലനിർത്താൻ. അപ്പോൾ താഴെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കയറെടുത്ത് താഴേക്ക് വലിച്ച് കെട്ടുകയാണ് ചെയ്യുക. ആ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ് തോന്നുന്നു, പാവം. ആ നീലയും വെള്ളയും കൂടി കിടന്ന ഭൂമിയാണ് ശൂന്യാസമൊക്കെ കാണുന്ന ഭൂമി. ഇത് ശൂന്യാസ വാഹനത്തിനകത്തുനിന്ന് അയാൾ എക്സർസൈസ് ചെയ്യാണ്. ഇപ്പം കണ്ടാൽ ഭൂമിയുടെ മുകളിലിരുന്ന് സൈക്കിളോട്ടി പോകണമായിട്ടുണ്ട് അല്ലേ? ഭൂമി അടിയിലും ഇയാൾ മുകളിലും. ഇനി എത്ര ഭാരമുള്ള വസ്തുക്കൾ നമുക്കൊരു കൈകൊണ്ട് പതുക്കെ തള്ളിക്കൊടുത്താൽ മതി. ആ ലഗേജ് അങ്ങോട്ട്, അടുത്ത ലഗേജ് ഇങ്ങോട്ട്. ഇനി മൂന്നാമത്തെ കാര്യപ്പെട്ട വലിയ ലഗേജ് ചോദിക്കുക. ആ ലഗേജ് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ആ ഷെയിൻ സെറ്റ് എടുക്കുന്നു നോക്കിക്കോ. എടുത്തു. ആവശ്യം അടുത്തില്ലെങ്കിൽ വെച്ചാൽ അലമാരൊന്നും വേണ്ട. ഓക്കെ, ആ ട്യൂബിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുത്തു. ഇനി തമാശ കാണിക്കുകയാണ്, ഊതി 2 കഷ്ണമാക്കുകയാണ്. 2 കഷ്ണമാക്കി ഇനി ആ വെള്ളം കുടിക്കുകയാണ്. ബിസ്മിയൊക്കെ ചൊല്ലുകൊണ്ടുള്ളൂ.
ഉറങ്ങാൻ വേണ്ടി ബാഗിനകത്ത് കയറി, തല മാത്രം പുറത്ത്, ബാക്കിയൊക്കെ അകത്ത്. തലയും കൂടെ അകത്താക്കിയാൽ പിന്നെ ഉണരേണ്ടി വരുള്ളൂ കേട്ടോ. ഇനി ചന്ദ്രൻ ഇറങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് കാണിക്കാം, കാണാം. അപ്പോളോ 11 100 സെക്കൻഡ് കൊണ്ട് അപ്പോളോ 11 കേട്ടോ. Neil Armstrong, lunar module. ലൂനാർ മൊഡ്യൂൾ കമാൻഡ് കൊടുത്ത് വേർപെട്ട് ചന്ദ്രനിറങ്ങാൻ. ആംസ്ട്രോങ് ഓൺ ദി മൂൺ. ആൾഡ്രിൻ ഇറങ്ങണം. ഞാൻ തിരിച്ചു പോരുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന കടല് വീണ് ദിവസം മാറ്റി പാർപ്പിക്കുന്നത്. ഇനി ചന്ദ്രൻ നിന്ന കല്ലിൻ്റെ കഷ്ണം കാണിക്കട്ടോ. ഇത് 16 വർഷം പഴക്കമുള്ളൊരു വാർത്തയാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിലെ പ്രതിസന്ധി മുൻനിർത്തി മുഖ്യമന്ത്രി A.K. ആന്റണി ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച ആരംഭിച്ചു. 8ാമത് അന്തർദേശീയ 2003 ജനിച്ചിട്ടുണ്ടാവും. ജനിച്ചിട്ടുണ്ടാവും. ഇറാഖിന്റെ പുനർനിർമ്മാണ കരാർ സംബന്ധിച്ച അമേരിക്കൻ നിലപാടിനെ ഐക്യരാഷ്ട്രസഭ വിമർശിച്ചു. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് മികച്ച തുടക്കം. ക്രിക്കറ്റ് ബോർഡിംഗിന് സെഞ്ചുറി. അറസ്റ്റിലായ മുൻ മുംബൈ പോലീസ് കമ്മീഷണർ R.S. ശർമ്മയുടെ ജാമ്യാപേക്ഷയുമായി ചന്ദ്രനിലെ ഒരു പാറകഷ്ണം കരസ്ഥമാക്കുകയെന്ന ഏറെ നാളത്തെ ആഗ്രഹം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറത്തെ ഹാജിയാർപള്ളി സ്വദേശിയായ ഗഫൂർ മാസ്റ്റർ. അമേരിക്കൻ ബഹിരാകാശ സംഘടനയായ നാസയുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഫലമായാണ് ചന്ദ്രനിലെ പാറകഷ്ണത്തിന്റെ ചെറിയൊരു ഭാഗം നാസ ഗഫൂർ മാസ്റ്റർക്ക് അയച്ചു കൊടുത്തത്. മലപ്പുറത്ത് നിന്ന് T. ജമാലുദ്ദീൻ റിപ്പോർട്ട്. 1991 നാസയുടെ മീഡിയ റിസോഴ്സ് സെന്ററിൽ അംഗത്വം നേടിയ ഗഫൂർ കത്തുകളും ഇമെയിലും മുഖേന ബഹിരാകാശ ഗവേഷകരുമായി നിരന്തരം ബന്ധം പുലർത്തുന്നു. അതാണ് പാറകഷ്ണം ആ പെട്ടിയിലുള്ള. താല്പര്യമുണ്ടായിരുന്ന ഗഫൂറിന് അധ്യാപകനായതിനു ശേഷമാണ് മീഡിയ റിസോഴ്സ് സെന്ററിൽ അംഗത്വം ലഭിച്ചത്. അത് 18 കൊല്ലം പഴക്കണ്ട, അതുകൊണ്ട് അങ്ങനെ. നാസ ഇതുവരെ നടത്തിയ ബഹിരാകാശ യാത്രകളുടെ വീഡിയോ കാസറ്റുകളും സീഡികളും ഗഫൂർ നാസയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരുടെ കയ്യെപ്പോട് കൂടിയ ചിത്രങ്ങളും പോസ്റ്ററുകളും ചന്ദ്രനിൽ നിന്നെടുത്ത മലപ്പുറത്തിന്റെ ഉപഗ്രഹ ചിത്രവും ഗഫൂർ അമൂല്യനിധിയായി സൂക്ഷിക്കുന്നു. കൈലി വാർത്താ ബ്യൂറോ, മലപ്പുറം. ഇനി സുനി വില്യംസ് ഷൂനാസ് ചെറിയ ഭാഗമുണ്ട്, അത് ഞാൻ വാർത്ത റെക്കോർഡ് ചെയ്താന്ന് കാണിക്കാം. ഇതാണ് സുനി വില്യംസ്. സുനിത വില്യംസ്. ഇന്ത്യൻ ന്യൂസിന്റെയാണ് സുനിത വില്യംസ്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സംഘത്തിന്റെ പ്രധാന ദൗത്യം.
സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചതായി ആഹ്ലാദിക്കുന്ന ഗഫൂർ മാസ്റ്ററെ കുറിച്ചുള്ള ഏഷ്യൻ സ്പെഷ്യൽ ഇടവേളയ്ക്ക് ശേഷം. കൽപ്പന ചമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മലപ്പുറം ജില്ലയിലെ ഹാജിയാർ പള്ളിയിലെ ഗഫൂർ മാസ്റ്റർ. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ മീഡിയ റിസോഴ്സ് സെന്റർ അംഗമാണ് ഈ യുവ അധ്യാപകൻ. ചാന്ദ്ര പര്യവേഷണത്തിലുള്ള താല്പര്യമാണ് ഗഫൂർ മാസ്റ്ററെ നാസയുമായി അടുപ്പിച്ചത്. ബഹിരാകാശ ഗവേഷണത്തിന്റെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്ന ചെറുപ്പം മുതലുള്ള കൗതുകം പിന്നീട് അപ്പോളോ പദ്ധതികളെ കുറിച്ച് പഠിക്കാൻ ഗഫൂറിന് പ്രചോദനമാവുകയായിരുന്നു. ചാന്ദ്ര പര്യവേഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ, ചന്ദ്രോപരിതലത്തിൽ നിന്നും ബഹിരാകാശ യാത്രയിൽ എടുത്തിട്ടുള്ള 1320 ഫോട്ടോഗ്രാഫുകൾ, നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെ 128 ബഹിരാകാശ യാത്രികർ നേരിട്ട് അയച്ചു കൊടുത്ത കയ്യൊപ്പുകൾ, ബഹിരാകാശ യാത്രികരുടെ ജീവചരിത്ര കുറിപ്പുകൾ, ഇന്നോളം ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള മുഴുവൻ പേരുടെയും ഫോട്ടോകൾ, അങ്ങനെ വർഷങ്ങളുടെ ശ്രമഫലമായി ഗഫൂർ സ്വന്തമാക്കിയിട്ടുള്ള ശേഖരങ്ങൾ ഏറെയാണ്. നാസയുമായിട്ട് നല്ല ബന്ധം തുടർന്നു. മാത്രമല്ല, ഇപ്പൊ മനുഷ്യന്റെ ചാന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ട അപ്പോളോ 1 മുതൽ 17 വരെയുള്ള സകല വിവരങ്ങളും ഇന്ന് കളക്ട് ചെയ്യാൻ പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോളോ 1 മുതൽ 17 വരെയുള്ള യാത്രകളുടെ വീഡിയോകളാണ്. 362 മണിക്കൂർ നേരെ ഇരുന്ന് കാണാനുള്ള വീഡിയോകൾ മാത്രം നാസയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ അമൂല്യ ശേഖരങ്ങൾക്കെല്ലാം ഉപരിയായി ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച 2 ഗ്രാം തൂക്കത്തിലുള്ള പാറക്കല്ലും ഗഫൂറിന് നാസ അയച്ചു കൊടുത്തിരുന്നു. ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതും ഗഫൂറിന്റെ ശീലമാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ബഹിരാകാശ യാത്രയ്ക്ക് പോയി തിരിച്ചു വന്ന സംതൃപ്തിയിലാണ് ഈ യുവ അധ്യാപകൻ. പ്രശാന്ത് ലംബൂർ, ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി മലയാളത്തിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, ഫോർമി എന്ന് പറയും. ഉടനെ തുടങ്ങും. അപ്പോൾ അതിൽ ഞാനുമായുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കാണിക്കാമെന്ന് തുടങ്ങിയിട്ടൊന്ന് കാണുന്നുണ്ട്. നാസയുടെ മീഡിയ റിസോഴ്സ് സെന്റർ അംഗമായ ഏക മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത ഈ മേഖലയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇദ്ദേഹം കടന്നു വന്നത്. അനാവശ്യമായിട്ട് കാണേണ്ടതായ പത്രം വായിച്ച് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി താല്പര്യം തോന്നി. ഞാൻ അതൊക്കെ തൽക്കാലത്തെ നിർത്തിയിട്ട്, കാരണം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള മാർഗങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് TTC കഴിഞ്ഞ് പാണക്കാട് UP സ്കൂളിൽ അധ്യാപകനായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം തോന്നി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാസ്ത്രങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു വഴിച്ചത്. ബിഗ് സ്റ്റോറി എന്നുള്ളൊരു ഹെഡിങ്ങിലാണ് വരിക കേട്ടോ. ഓക്കെ. ഇനി അധ്യാപന നിലയ്ക്ക് കഴിഞ്ഞ വർഷങ്ങൾ ജീവിതത്തിൽ സന്തോഷകരമായ വർഷങ്ങളായിരുന്നു. 2012 മികച്ച അധ്യാപകരുടെ സംസ്ഥാന അവാർഡ് കിട്ടി. 2013 മികച്ച അധ്യാപകരുടെ ദേശീയ അവാർഡ് രാഷ്ട്രപതിയുടെ ആയി. രാഷ്ട്രപതിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല എന്നതാണ് പ്രോട്ടോകോൾ, നിയമം അങ്ങനെയാണ്. ഞാൻ മലപ്പുറത്തൊരു പിന്നെ അത് നോക്കില്ല, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾ ഒരു മിനിറ്റ് നേരം വീഡിയോ കാണിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നമ്മുടെ വിഷയമായി ഒന്നും ബന്ധമില്ലെങ്കിലും കുട്ടികൾ നടക്കുന്നത് കാണണം. ഇത് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ഒരു സ്കൂൾ ടീച്ചർ എന്ന് സ്കൂളിലേക്ക് കാർ ഓടിച്ചിട്ടാണ് പോകാറുള്ളത്. അവിടെ എനിക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു വനത്തിൻ്റെ സൈഡിലുള്ള ഒരു കാടിൻ്റെ സൈഡിലൂടെ കുറച്ച് ദൂരം കാർ ഓടിച്ചു പോകാൻ. അവിടെ സൈഡിൽ സ്കൂളിലേക്ക് പോകുന്ന വഴി വനത്തിൻ്റെ സൈഡിൽ നിന്ന് റോഡ് സൈഡിൽ നിന്ന് കാലൊടിഞ്ഞൊരു സിംഹക്കുഞ്ഞിനെ കിട്ടിയ ടീച്ചർ. തള്ളസിംഹളും കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വണ്ടി ഇട്ടിട്ട് പോയതാണ്. ഒരു പൂച്ചയുടെ വലിപ്പേ ഉള്ളൂ എന്നാൽ സിംഹക്കുഞ്ഞിന്. ടീച്ചർ അതിനെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് കാലെല്ലാം സുഖമായപ്പോൾ തൊട്ടടുത്ത മൃഗശാലയിലേക്ക് തന്നെ വളർത്താൻ വേണ്ടി കൊടുത്തു. മൃഗശാലയിൽ സിംഹം വളർന്നു. 10-15 വർഷം കഴിഞ്ഞു, വളർന്ന് വലിയൊരു ആൺസിംഹമായി. അങ്ങനെ എല്ലാ മാസവും ടീച്ചർ ആ സിംഹത്തെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോൾ അവസാനം ടീച്ചർ ആ സിംഹത്തെ കാണിച്ച സിംഹം ടീച്ചർ എന്ത് ചെയ്തു നോക്കാം, കാണാം. ഇത്രയും കൂടെ രസമായിട്ട് കാണിച്ചെന്ന് പേടിപ്പിക്കുന്നത് കാണിച്ചൊന്നും രാത്രി ഉറങ്ങാൻ പറ്റില്ല, പായലും മൂത്രക്കണമായ അസുഖം തുടങ്ങിയെന്നൊന്നും പറയരുത്. ഓക്കെ, ധൈര്യമില്ലാത്തവർ കണ്ണടിച്ചിരുന്നു കേട്ടോ. ആ സിംഹം ടീച്ചർ എന്ത് ചെയ്തു നോക്കാം. യെസ്, ഇനി ശ്രദ്ധിക്കുക.
നമ്മളെന്തെല്ലാം പ്രതീക്ഷയിലായിരുന്നിരുന്നു. ആ സിംഹ ടീച്ചറെ കടിച്ചു കൊന്നു തിന്നത് കാണാൻ വേണ്ടി ഒരുങ്ങിയിരിക്കും നമ്മൾ. കാട്ടിലെ പോക്കരിയാണ്, പരാക്രമിയാണ്, ക്രൂരനാണ് സിംഹം. അപ്പോൾ എത്ര ക്രൂരന്മാരായ ജന്തുക്കൾക്ക് പോലും അവരെ സഹായിച്ചവരോടുള്ള നന്ദിയും ദയയും കടപ്പാടൊക്കെ മനസ്സിലാക്കിയിട്ടിരുന്നതാണ്. ഇതൊന്നും ഇല്ലാത്തൊരു വർഗ്ഗം ഇരുകാലികളെന്ന് അഭിമാനിക്കുകയും നാൽക്കാലികളെക്കാളും വളരെ മോശമായിട്ട് പെരുമാറുന്ന മനുഷ്യൻ എന്ന് പറയുന്നവർക്കാണ്. അത് നിങ്ങളെല്ലാവരും ഈ സിംഹത്തെ പോലെ നല്ല കുട്ടികളാണ്. മറ്റുള്ള പ്രയാസപ്പെടുക, സന്തോഷത്തിൽ പങ്കുചേരുക, വീടിനും നാടിനും രാജ്യത്തിനും പറ്റുന്ന നല്ല മക്കളായിട്ട് വളരണം കേട്ടോ. ഓക്കെ, നയ അവസാനിപ്പിച്ചു. 1-2 പേര് ഈ ക്ലാസ്സിനെ കുറിച്ച് ചെറിയൊരു ഫീഡ്ബാക്ക്, ഒരു അഭിപ്രായപ്പെടുന്നു പറയണം. ആരെ 2 പേര് ഇപ്പോൾ ഒക്കെ മരിച്ചോടത്തൊക്കെ എന്നാൽ മതി, തലയിൽ താഴ്ത്തിയിരിക്കുകയാണ്. എന്താ സങ്കടം. ഇതായിട്ട് സമയത്ത് 2 പേര് വരിക. ഞാൻ ആരും വിളിക്കൊന്നുമില്ല, അതാണ്. വിളിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വരാൻ. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി മറ്റുള്ളവരെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അവനാനെ തന്നെ അവനാ നോക്കിയാൽ മതി. ഈ സമയത്ത് 2 പേര് ആൺകുട്ടികൾ പെൺകുട്ടികളാരും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ആ 2 പേർക്ക് അവസരമുള്ളൂ. കുഞ്ഞോളൂ വാ, കണ്ണടച്ച മോൾ വാ, കഴിഞ്ഞോടാ. ഇനി നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ബിഗ് സ്റ്റോറി എന്നുള്ളൊരു ഹെഡിങ്ങിലാണ് വരിക കേട്ടോ. ഓക്കെ. ഇനി അധ്യാപന നിലയ്ക്ക് കഴിഞ്ഞ വർഷങ്ങൾ ജീവിതത്തിൽ സന്തോഷകരമായ വർഷങ്ങളായിരുന്നു. 2012 മികച്ച അധ്യാപകരുടെ സംസ്ഥാന അവാർഡ് കിട്ടി. 2013 മികച്ച അധ്യാപകരുടെ ദേശീയ അവാർഡ് രാഷ്ട്രപതിയുടെ ആയി. രാഷ്ട്രപതിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല എന്നതാണ് പ്രോട്ടോകോൾ, നിയമം അങ്ങനെയാണ്. ഞാൻ മലപ്പുറത്തൊരു പിന്നെ അത് നോക്കില്ല, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾ 1 മിനിറ്റ് നേരം വീഡിയോ കാണിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നമ്മുടെ വിഷയമായി ഒന്നും ബന്ധമില്ലെങ്കിലും കുട്ടികൾ നടക്കുന്നത് കാണണം. ഇത് കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ഒരു സ്കൂൾ ടീച്ചറെ എന്ന് സ്കൂളിലേക്ക് കാർ ഓടിച്ചിട്ടാണ് പോകാറുള്ളത്. അവിടെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു വനത്തിൻ്റെ സൈഡിലൂടെ, ഒരു കാടിൻ്റെ സൈഡിലൂടെ കുറച്ച് ദൂരം കാർ ഓടിച്ചു പോകാൻ. അവിടെ സൈഡിൽ സ്കൂളിലേക്ക് പോകുന്ന വഴി വനത്തിൻ്റെ സൈഡിൽ നിന്ന്, റോഡ് സൈഡിൽ നിന്ന് കാലൊടിഞ്ഞൊരു സിംഹക്കുഞ്ഞിനെ കിട്ടിയ ടീച്ചർ. തള്ളസിംഹളും കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വണ്ടി ഇട്ടിട്ട് പോയതാണ്. ഒരു പൂച്ചയുടെ വലിപ്പേ ഉള്ളൂ എന്നാൽ സിംഹക്കുഞ്ഞിന്. ടീച്ചർ അതിനെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് കാലെല്ലാം സുഖമായപ്പോൾ തൊട്ടടുത്ത മൃഗശാലയിലേക്ക് തന്നെ വളർത്താൻ വേണ്ടി കൊടുത്തു. മൃഗശാലയിൽ സിംഹം വളർന്നു. 10-15 വർഷം കഴിഞ്ഞു, വളർന്ന് വലിയൊരു ആൺസിംഹമായി. അങ്ങനെ എല്ലാ മാസവും ടീച്ചർ ആ സിംഹത്തെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോൾ അവസാനം ടീച്ചർ ആ സിംഹത്തെ കാണിച്ച സിംഹം ടീച്ചർ എന്ത് ചെയ്തു നോക്കാം, കാണാം. ഇത്രയും കൂടെ രസമായിട്ട് കാണിച്ചെന്ന്, പേടിപ്പിക്കുന്നത് കാണിച്ചൊന്നും, രാത്രി ഉറങ്ങാൻ പറ്റില്ല, പായലും മൂത്രയ്ക്കണ പായ അസുഖം തുടങ്ങിയെന്നൊന്നും പറയരുത്. ഓക്കെ, ധൈര്യമില്ലാത്തവർ കണ്ണടിച്ചിരുന്നു കേട്ടോ. ആ സിംഹം ടീച്ചർ എന്ത് ചെയ്തു നോക്കാം. യെസ്, ഇനി ശ്രദ്ധിക്കുക. നമ്മളെന്തെല്ലാം പ്രതീക്ഷയിലായിരുന്നിരുന്നു. ആ സിംഹ ടീച്ചറെ കടിച്ചു കൊന്നു തിന്നത് കാണാൻ വേണ്ടി ഒരുങ്ങിയിരിക്കും നമ്മൾ. കാട്ടിലെ പോക്കരിയാണ്, പരാക്രമിയാണ്, ക്രൂരനാണ് സിംഹം. അപ്പോൾ എത്ര ക്രൂരന്മാരായ ജന്തുക്കൾക്ക് പോലും അവരെ സഹായിച്ചവരോടുള്ള നന്ദിയും ദയയും കടപ്പാടൊക്കെ മനസ്സിലാക്കിയിട്ടിരുന്ന. ഇതൊന്നും ഇല്ലാത്തൊരു വർഗ്ഗം ഇരുകാലികളെന്ന് അഭിമാനിക്കുകയും നാൽക്കാലികളെക്കാളും വളരെ മോശമായിട്ട് പെരുമാറുന്ന മനുഷ്യൻ എന്ന് പറയുന്നവർക്കാണ്. അത് നിങ്ങളെല്ലാവരും ഈ സിംഹത്തെ പോലെ നല്ല കുട്ടികളാണ്. മറ്റുള്ള പ്രയാസപ്പെടുക, സന്തോഷത്തിൽ പങ്കുചേരുക, വീടിനും നാടിനും രാജ്യത്തിനും പറ്റുന്ന നല്ല മക്കളായിട്ട് വളരണം കേട്ടോ. ഓക്കെ, നയ അവസാനിപ്പിച്ചു. 1-2 പേര് ഈ ക്ലാസ്സിനെ കുറിച്ച് ചെറിയൊരു ഫീഡ്ബാക്ക്, ഒരു അഭിപ്രായപ്പെടുന്നു പറയണം. ആരെ 2 പേര്. Good afternoon, guys. Today I am very excited to hear this class. In most probably when we are hearing class, we will be bored, we will be sleepy. But I was really
excited to hear this class about space. It was really a wonderful class, and we got so many new informations from about space. And I think all of you enjoy the class, and thank you all. I am Muhammad Fahim CP from class 10th. Today, in this session, a journey to the moon. We enjoyed the visual experience of the space. I extend a hearty thanks to our management and principal for arranging a wonderful session. From this, we gain the knowledge of space. I extend thanks to our chief guest, Mr. Ghafoor Sir. Thank you.